സ്ക്രീന് കാണുന്നുണ്ടാ? ആ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ പറഞ്ഞു? മറ്റേ ബയോഗ്യാസിന്റെ പ്രൊഡക്ഷൻ വരെ പറഞ്ഞു. അതായത് മൈക്രോബ്സ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ബയോഗ്യാസ് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് ആകെ രണ്ട് ടോപ്പിക്കേ ഉള്ളൂ: മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻസും മൈക്രോബ്സ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സും. ഓക്കെ, അപ്പോ ആദ്യം മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻസ് പറയും. എന്താണ് മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻസ് എന്ന് പറഞ്ഞാല്? അതായത് എന്താണ്? യൂസ് ഓഫ് ബയോളജിക്കൽ മെത്തേഡ് എന്താണ്? ഫോർ കൺട്രോളിംഗ് പ്ലാന്റ് ഡിസീസ് ആൻഡ് പെസ്റ്റിൻ എന്ന് പറയാം. ബയോ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? യൂസ് ഓഫ് ബയോളജിക്കൽ മെത്തേഡ് ഫോർ കൺട്രോളിംഗ് പ്ലാന്റ് ഡിസീസസ് ആൻഡ് പെസ്റ്റ്. ഇതിനാണ് എന്ത് പറയുക? ബയോ കൺട്രോൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ പറയും പെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മിസ്സേ ഞാൻ കേറിയേക്കണ് ട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അതായത് മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻസ്. ബയോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് ഓഫ് ബയോളജിക്കൽ മെത്തേഡ് ഫോർ കൺട്രോളിംഗ് പ്ലാന്റ് ഡിസീസ് ആൻഡ് പെസ്റ്റിന് എന്ത് പറയാ? ബയോ കൺട്രോൾ എന്ന് പറയാം. ഇപ്പൊ പെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു ഓർഗാനിസം വേണമെങ്കിലും ആവാം. അതായത് ഇപ്പൊ നമ്മൾ ഒരു കൃഷിനെ നശിപ്പിക്കണ എന്തൊരു ഓർഗാനിസത്തിന് നമ്മൾ എന്ത് വിളിക്കും? പെസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ യൂഷ്വലി എന്താ ചെയ്യാ? പെസ്റ്റിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പെസ്റ്റിനെ ഇല്ലാണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യും, അല്ലെ? പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യും. അപ്പൊ ഈ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന് എന്താണ്? പെസ്റ്റിസൈഡ്സ് എന്താണ്? ടോക്സിക് ആണ്. പെസ്റ്റിസൈഡ്സ് എന്താണ്? ടോക്സിക് ആണ്. പിന്നെന്താണ്? പൊല്യൂട്ടിങ് ആണ്. അതായത് ഇപ്പൊ നമ്മള് പെസ്റ്റിസൈഡ്സ് ഒരു ഫാം ഏരിയ അല്ലെങ്കിൽ കൃഷി സ്ഥലത്ത് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്ത് അപ്പൊ സ്വാഭാവികമായിട്ടും എന്തൊക്കെ പൊല്യൂഷൻ ഉണ്ടാവും? ഒന്ന് സോയിൽ പൊല്യൂഷൻ ഉണ്ടാവും. പിന്നെ ഇപ്പൊ ഒരു മഴ പെയ്യുമ്പോൾ ഈ സോയിലിൽ വെള്ളം, അതായത് ഈ പെസ്റ്റിസൈഡും കൂടി ചേർന്ന വെള്ളം ഒഴുകിപ്പോയി ഏതെങ്കിലും റിവറിലോ അല്ലെങ്കിൽ അടുത്തുള്ള വാട്ടർ ബോഡീസിലേക്ക് പോകുമ്പോൾ എന്തുണ്ടാവും? വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണിത്. അപ്പൊ ആ റിവറിൽ അല്ലെങ്കിൽ അവിടെ ആ വാട്ടർ ബോഡിയിൽ വളരുന്ന ഫിഷസ് ഉണ്ടെങ്കിൽ അത് അവർക്ക് ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. ആ ഫിഷിനെ തിന്നുന്ന ഒരു ബേർഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. അങ്ങനെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണിത്. അപ്പൊ ഇതിന് ഒരു എന്താ പറയാ, ഇതിനൊരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിക്ക് എങ്ങനെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാതെ, എങ്ങനെ പൊല്യൂഷൻ ഉണ്ടാക്കാതെ നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാം, പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് മൈക്രോബ്സ് ഇൻ ബയോ കൺട്രോൾ ഏജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ എക്കോസിസ്റ്റം കഴിഞ്ഞിട്ടുണ്ടാവില്ല വിചാരിക്കുന്നത്. എക്കോസിസ്റ്റത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു ഫുഡ് വെബ് ഉണ്ട്, ഒരു ഫുഡ് പാറ്റേൺ ഉണ്ട്. അതായത് ഒരു ഓർഗാനിസത്തിന് മറ്റൊരു ഓർഗാനിസം തിന്നു, അതിന് വേറൊരു ഓർഗാനിസം തിന്നു. അപ്പൊ അങ്ങനെ അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ബയോ കൺട്രോൾ ചെയ്യാന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ എന്താ ചെയ്യുന്നത്? ഓരോ ഓർഗാനിസം ഇപ്പോ ഒരു മൂന്നാല് ഓർഗാനിസത്തിനെ പറ്റിയിട്ട് നിങ്ങളെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അവരുടെ എനിമിനെ വെച്ചിട്ട് എന്ത് ചെയ്യും? ട്രീറ്റ് ചെയ്യും. അപ്പൊ എനിമി എന്ത് ചെയ്യും? ഈ ഓർഗാനിസത്തിനെ തിന്നും. അപ്പൊ എന്ത് ചെയ്യും? അവരുടെ അമൗണ്ട് കുറയും. ഫോർ എക്സാമ്പിൾ എന്താണ് പറയാ? നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ലേഡി ബേർഡ് ബീറ്റിലിനെ പറ്റി പറയുന്നുണ്ട്. ലേഡി ബേർഡ് ബീറ്റിൽ എന്താ ചെയ്യാന്ന് വെച്ചാല് അഫിഡ്സ് എന്ന് പറയുന്ന ഒരു ഇൻസെക്ട് ഉണ്ട്. അഫിഡ് എന്ന് പറയുന്ന ഒരു ഇൻസെക്ട് ഉണ്ട്. ഈ അഫിഡ്സ് എന്താ ചെയ്യാന്ന് വെച്ചാല് ഈ ലീവ്സ് ഒക്കെ ഉണ്ടല്ലോ അതിന്റെ സാപ്പ് കഴിക്കും. അങ്ങനെ ലീവ്സ് ഡ്രൈ ആയി നശിച്ചു പോകും. അപ്പൊ അതിനെതിരെ എന്ത് ചെയ്യും? കുറെ ലേഡി ബേർഡ് ബീറ്റിൽസിനെ ആ ഫാം ഏരിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഒരു ചെക്ക്, വിൽ കീപ് എ ചെക്ക് ഓൺ ദിസ് അഫിഡ്സ്. അതായത് അഫിഡ്സ് കൂടുമ്പോൾ ഈ ലേഡി ബേർഡ് ബീറ്റിൽസ് അവരെ ഫീഡ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? അഫിഡ്സിന്റെ എണ്ണം കുറയും. മനസ്സിലായോ? മനസ്സിലായോ? ഉം. അതാണ് ബയോ കൺട്രോൾ എന്നുള്ളത്. അതായത് കൺട്രോൾ ബയോ എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് റിലേറ്റഡ് ടു ലൈഫ് അല്ലെങ്കിൽ ഓർഗാനിസം. അപ്പൊ അങ്ങനെ ഒരു ഓർഗാനിസത്തിനെ വെച്ചിട്ട് എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യും, അതാണ് ബയോ കൺട്രോൾ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ എന്ത് ചെയ്യണില്ല? പെസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണില്ല? ഇറാഡിക്കേറ്റ് ചെയ്യണില്ല.
പകരം എന്ത് ചെയ്യാ അവര് ഇറ്റ് ഇസ് കീപ്പിംഗ് എ ചെക്ക് ഓൺ ആ പെസ്റ്റിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിന് ഒരു ചെക്ക് വെക്കാണ്. അതായത് ഇങ്ങനെ ലേഡി ബേർഡ് ബീറ്റിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പെസ്റ്റിന്റെ എണ്ണം വളരെ കൂടുമ്പോൾ എന്ത് ചെയ്യും, ലേഡി ബേർഡ് ബീറ്റിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അതിനൊരു ചെക്ക് വെക്കും, കുറക്കും. അതായത് ഒന്നോ രണ്ടോ പെസ്റ്റ് വരുമ്പോൾ ഒരിക്കലും ഒരു ഫാർമറിനെ എഫക്ട് ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഒരുപാട് പെസ്റ്റ് വരുമ്പോഴാണ് എന്ത് കൃഷി നശിക്കുന്നതും ഫാർമറിനെ എഫക്ട് ചെയ്യുന്നതും. അപ്പൊ ആ ഒരു ഇതിനാണ് പറയുന്നത് എന്ത് ബയോ കൺട്രോൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റില് എന്താണ് ഒരു മൂന്നാലഞ്ച് ഓർഗാനിസം അല്ലെങ്കിൽ മൂന്നാലഞ്ച് ഇതിനെ പറ്റി പറയുന്നുണ്ട്, ബയോ കൺട്രോൾ മെത്തേഡ്സിനെ പറ്റി പറയുന്നുണ്ട്. അതായത് നടന്നുകൊണ്ടിരിക്കണം. അതിനു മുന്നേ ഇന്ന് നമ്മൾ ബയോ കൺട്രോൾ യൂസ് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാല് എവിടെയാണ് ഓർഗാനിക് ഫാമിങ്ങിലാണ് എന്ത് ബയോ കൺട്രോൾ യൂസ് ചെയ്യുന്നത്. ഓർഗാനിക് ഫാമിങ്ങിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താണ് ഒരു ആഗ്രോ കെമിക്കൽസും യൂസ് ചെയ്യുന്നില്ല. നോ ആഗ്രോ കെമിക്കൽസ്. ആഗ്രോ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞ പെസ്റ്റിസൈഡ്സ് വീഡിസൈഡ്സ് പോലുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ എന്താണ്, ട്രഡീഷണൽ വെറൈറ്റി ഓഫ് കൾച്ചർ ആണ് എന്ത് അവര് ഫോളോ ചെയ്തു പോകുന്നത്. എന്താണ് ട്രഡീഷണൽ വെറൈറ്റി ഓഫ് കൾച്ചർ. മൂന്നാമത്തത് എന്താണ്, അവര് ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബയോ കൺട്രോൾ ആണ് യൂസ് ചെയ്യുന്നത്. ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ് നമ്മൾ അടുത്ത ടോപ്പിക്, മൈക്രോബ്സ് ബയോ ഫെർട്ടിലൈസേഴ്സ്. അപ്പൊ അവർ യൂസ് ചെയ്യുന്നത് എന്താണ്, ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ എന്താണ് ബയോ കൺട്രോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഓർഗാനിക് ഫാമിങ്ങിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു മൂന്നാല് എന്തിനെ പറ്റി പറയുന്നുണ്ട്, ബയോ കൺട്രോളിനെ പറ്റി പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ആദ്യം പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഏതാണ്, ലേഡി ബേർഡ് ബീറ്റിൽ. ലേഡി ബേർഡ് ലേഡി ബേർഡ് ബീറ്റിൽ ഏതിന് അഗെയിൻസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടോ, aphids. ലേഡി ബേർഡ് ബീറ്റിൽസ് ഏതിന് അഗെയിൻസ്റ്റ് ആണ്, അഫിഡ്സിന് അഗെയിൻസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അഫിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻസെക്ട് ആണ്. അവരെന്ത് ചെയ്യും, പ്ലാന്റിന്റെ സാപ്പ് കഴിക്കും, പ്ലാന്റിന്റെ ലീവ്സിന്റെ സാപ്പ് കഴിക്കും. അപ്പൊ അതുവഴി എന്ത് ചെയ്യും, ലീവ്സിന് ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പൊ ലേഡി ബേർഡ് ബീറ്റിൽ എന്തിനെതിരാണ്, അഫിഡ്സിനെതിരെ ഒരു ബയോ കൺട്രോൾ എന്നുള്ള രീതിക്കാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് ടെക്സ്റ്റിൽ പറയുന്നത് ഏതാന്ന് വെച്ചാല് ഏതാണ്, ഡ്രാഗൺ ഫ്ലൈ. ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ തുമ്പി, അതാണ് ഡ്രാഗൺ ഫ്ലൈ. ഡ്രാഗൺ ഫ്ലൈ ഏതിനെതിരാണ് യൂസ് ചെയ്യുന്നത്, മോസ്കിറ്റോസിനെതിരാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മോസ്കിറ്റോസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പൊ മെയിൽ മോസ്കിറ്റോ ഉണ്ട്, ഫീമെയിൽ മോസ്കിറ്റോ ഉണ്ട്. ഫീമെയിൽ മോസ്കിറ്റോ ആണ് എന്ത് നമ്മളെ ഫീഡ് ചെയ്യുക, നമ്മളെ മേത്ത് ഫീഡ് ചെയ്ത് ബ്ലഡ് എടുക്കുന്നത് ആരെയാണ്, ഫീമെയിൽ മോസ്കിറ്റോ. അവരൊരു റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ പഠിക്കുന്നുണ്ട്, മറ്റേ പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ഇത് പഠിക്കുമ്പോൾ ഫീമെയിൽ മോസ്കിറ്റോ ആണ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഫീമെയിൽ മോസ്കിറ്റോ ആണ് എന്ത് നമ്മളെ ഹ്യൂമൻസിനെ ഫീഡ് ചെയ്യുക, നമ്മളെ ബ്ലഡിൽ ഫീഡ് ചെയ്യുക. മെയിൽ മോസ്കിറ്റോ പ്ലാന്റ്സിലാണ് എന്ത് ചെയ്യുക, ഫീഡ് ചെയ്യുക. മെയിൽ മോസ്കിറ്റോ എവിടെയാണ്, പ്ലാന്റ്സിലാണ് ഫീഡ് ചെയ്യുക. അപ്പൊ എന്താ ഉണ്ടാവുക, അപ്പൊ ഈ മെയിൽ മോസ്കിറ്റോസിന് എഗെയിൻസ്റ്റ് ആണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡ്രാഗൺ ഫ്ലൈനെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം മെയിൽ, പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. മെയിൽ മോസ്കിറ്റോസിനെതിരെയാണ് എന്ത് ഡ്രാഗൺ ഫ്ലൈസിനെ യൂസ് ചെയ്യുന്നത്. അടുത്തത് പറയുന്നത്, മൂന്നാമത്തത് പറയുന്നത് ഏതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബാസിലസ് തുറിഞ്ചിയൻസിസ്. ബാസിലസ് തുറിഞ്ചിയൻസിസ് ഇതെന്താണ്, ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ബാസിലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്ടീരിയ അല്ലേ. ബാസിലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്ടീരിയ ആണ്. ഇവര് എന്തിന് അഗെയിൻസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഇവര് ബട്ടർഫ്ലൈ കാറ്റർപില്ലർ. ഏതാണ്, ബട്ടർഫ്ലൈ കാറ്റർപില്ലർ. ഓക്കെ, ബട്ടർഫ്ലൈ കാറ്റർപില്ലറിന് അഗെയിൻസ്റ്റ് ആണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബാസിലസ് തുറിഞ്ചിയൻസിസ്. ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്താണ്, ഒരു ബാക്ടീരിയ ആണ്. അപ്പോ ഏതാണ്, എനിക്ക് തോന്നുന്നു ബയോടെക്നോളജിയിൽ പറയുന്നുണ്ട്. അവരെന്താ ചെയ്യാ, ബാസിലസ് തുറിഞ്ചിയൻസിസ് ഇപ്പൊ നമ്മളൊരു ഇൻസെക്റ്റിന് സ്പ്രേ ചെയ്യാണ്. ബാസിലസ് തുറിഞ്ചിയൻസിസ് ഇങ്ങനെ സ്പ്രേ ഫോമിൽ കിട്ടും, അല്ലെങ്കിൽ സാഷെ ഫോമിൽ കിട്ടും. സാഷെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യും. അങ്ങനെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇൻസെക്റ്റിന്
ഇൻസെക്ട് ഇതുമ്പോൾ ഫീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസെക്ട് ഇത് എടുക്കുമ്പോൾ അവർ ഇൻസെക്റ്റിന്റെ ഗട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും, അവിടെ എന്താണ് എനിക്ക് തോന്നുന്നത് ഹോൾസ് ഉണ്ടാക്കും എന്നാണ് തോന്നുന്നത് ബയോടെക്നോളജിയിൽ പറയുന്നത്. അതാണ് എന്ത് ബാസിലസ് തുറിഞ്ചിയൻസിന്റെ ആക്ഷൻ. അപ്പൊ ഇവരെ ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സിനെ അഗെയിൻസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും ആണ് ബാസിലസ് തുറിഞ്ചിയൻസിസ് ഉള്ളത്. പിന്നെ എന്താണ് ചില പ്ലാന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും വീട്ടിക്ക് റെസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് ചില പ്ലാന്റില് എന്താ പറയാ, എന്താ വേർഡ് പറയാ, എന്താണ് നമ്മള് ഇപ്പൊ ഹൈബ്രിഡൈസേഷൻ പോലെ ചില പ്ലാന്റ് ബി ടി കോട്ടൺ, ബി ടി ബ്രിഞ്ചോൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഈ ജീന് ആ പ്ലാന്റിൽ ഇൻസേർട്ട് ചെയ്യും. അപ്പൊ ഒരു പെസ്റ്റ് വന്ന് ആ പ്ലാന്റുമേ ഫീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അതിന്റെ ഗട്ടിലേക്ക് ഇത് പോവും. അവിടെ എന്ത് ചെയ്യും, എനിക്ക് തോന്നുന്നു ഹോൾസ് ഉണ്ടാക്കുക തോന്നുന്നു, എനിക്ക് കറക്റ്റ് അത് ഓർമ്മയില്ല. അങ്ങനെ എന്ത് ചെയ്യും ആ ഇൻസെക്റ്റിന് അല്ലെങ്കിൽ പെസ്റ്റിന് എന്ത് ചെയ്യും ഡിസ്ട്രക്ഷൻ സംഭവിക്കും. അപ്പൊ അതാണ് എന്ത് ബാസിലസ് തുറിഞ്ചിയൻസിസ് വിച്ച് ഇസ് എ ബാക്ടീരിയ. പിന്നെ ഏതാണ്, പിന്നെ നാലാമത്തത് പറയുന്നത് ട്രൈക്കോഡെർമ. പറയും ട്രൈക്കോഡെർമ എന്താണ്, ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ, എന്താണ് ട്രൈക്കോഡെർമ? ഫംഗസ്. ട്രൈക്കോഡെർമ ഒരു ഫംഗസ് ആണ്. അപ്പൊ ഇവര് എന്തിന് അഗെയിൻസ്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത്, ഇവർ ആക്ട് ചെയ്യുന്നത് എന്തിന് അഗെയിൻസ്റ്റ് ആണ്, പ്ലാന്റ് പാത്തോജൻസിന് അഗെയിൻസ്റ്റ് ആണ്. ദേ ആക്ട് അഗെയിൻസ്റ്റ് certain plant pathogens. ഓക്കെ, അതാണ് എന്ത് ട്രൈക്കോഡെർമ. ട്രൈക്കോഡെർമ ചെയ്യുന്നത്. ട്രൈക്കോഡെർമന്റെ ഇടയിൽ ഒരുപാട് സ്പീഷീസ് ഉണ്ട്. ട്രൈക്കോഡെർമ പ്ലാൻ, എനിക്ക് തോന്നുന്നു ഹസാരേനിയം പറഞ്ഞ എന്തോ സ്പീഷീസ് ആ തോന്നുന്നു പ്ലാന്റ് പാത്തോജന് അഗെയിൻസ്റ്റ്. അതായത് നിങ്ങൾ ടെക്സ്റ്റിൽ സ്പീഷീസ് മെൻഷൻ ചെയ്തിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജീനസ് മാത്രം അറിഞ്ഞാൽ മതി. പ്ലാന്റ് പാത്തോജൻസിന് അഗെയിൻസ്റ്റ് ആണ് ഇത് ട്രൈക്കോഡെർമ. പിന്നെ പറയുന്നത് എന്താണ്, വാക്യുലോ വൈറസിനെ പറ്റി പറയുന്നത്. പറയും വാക്യുലോ വൈറസ് എന്തിന് അഗെയിൻസ്റ്റ് ആണ്? ഇൻസെക്ട്സ് ഇൻസെക്ട്സും, they are against insects and arthropods. ഈ ബാക്ടീരിയ വൈറസിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ചാല് ഒന്നാമത്തത് അവര് ഒരു നാരോ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് അതിനെ മാത്രം എന്ത് ചെയ്യുള്ളൂ ടാർഗറ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ ബാക്ടീരിയ വൈറസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ആ ഇൻസെക്റ്റിനെ ആർത്രോപോഡിനെ മാത്രം എന്ത് ചെയ്യുള്ളൂ ടാർഗറ്റ് ചെയ്യുള്ളൂ, ബാക്കി ഒന്നിനെ എന്ത് ചെയ്യില്ല ടാർഗറ്റ് ചെയ്യില്ല. അതാണ് നാരോ സ്പെക്ട്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പെസ്റ്റിസൈഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ ബ്രോഡ് സ്പെക്ട്രം ആണ്. അപ്പൊ നമ്മളൊരു ഫാമിംഗ് ഏരിയയിൽ പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഇതിന്റെ പെസ്റ്റിസൈഡ് എന്താണ് ബ്രോഡ് സ്പെക്ട്രം ആണ്. ബ്രോഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു പെസ്റ്റിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പെസ്റ്റിസൈഡ് യൂസ് ചെയ്ത്, അപ്പൊ ഈ പെസ്റ്റിസൈഡിന് അറിയില്ല ഏത് പെസ്റ്റ് ആണ്. ചിലപ്പോ ആ ഫാർമർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പെസ്റ്റ് അവിടെ ഉണ്ടാവും, അല്ലാത്തതും ഉണ്ടാവും. അപ്പൊ നമുക്ക് നശിപ്പിക്കേണ്ടത് ഏതിനായിരിക്കും, അല്ലാത്തതിനായിരിക്കും. പക്ഷെ ഇതെന്ത് ചെയ്യും, മൊത്തം പെസ്റ്റിനെ എന്ത് ചെയ്യും നശിപ്പിക്കും. അപ്പൊ അതാണ് പെസ്റ്റിസൈഡിന്റെ ഒരു നെഗറ്റീവ്. പെസ്റ്റിസൈഡ് എന്താണ് ഒരു ബ്രോഡ് സ്പെക്ട്രം ആണ്. നമ്മുടെ ബാക്ടീരിയ വൈറസ് എന്താണ് ഒരു നാരോ സ്പെക്ട്രം ആണ്. നാരോ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇൻസെക്റ്റിനും ആർത്രോപോഡിനും എഗെയിൻസ്റ്റ് മാത്രം എന്ത് ചെയ്യുള്ളൂ വർക്ക് ചെയ്യുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് ഹാം. എന്തിനൊക്കെ അത് ഹാം ചെയ്യൂല, ഒന്ന് പ്ലാന്റ്സിനെ ഹാം ചെയ്യൂല, മാമൽസിനെ ഹാം ചെയ്യൂല, പിന്നെന്താണ് ഫിഷസിനെയോ ബേർഡ്സിനെയോ ഹാം ചെയ്യൂല. വേറെ പ്രത്യേകിച്ച് ഒരു പെസ്റ്റിനെയും അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒരു സംഭവത്തിനും എന്ത് ചെയ്യില്ല ഇത് ഹാം ചെയ്യൂല. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ആ ഇനി ഈ ബാക്ടീരിയ വൈറസിനെ പറ്റി ഒരു സംഭവം കൂടി പറഞ്ഞതെന്ന് വെച്ചാല് ഇവരുടെ ജീനസിനെ പറ്റി പറയുന്നുണ്ട്. ഏതാണ് ഇവരുടെ ജീനസ്, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീനസിന്റെ അടിയിലാണ് ഏത് വരുന്നത്, ബാക്ടീരിയ വൈറസ് വരുന്നത്. ഏതാണ് ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ്. ഇത് ക്വസ്റ്റ്യൻ ആണ്, ഇത് ക്വസ്റ്റ്യൻ ആണ്. അടിപൊളി. ഒരു സെക്കൻഡ്.
വെരി നൈസ്. പറയ്, ഒന്നുകൂടി പറയ്. ഉം. ഒന്നുകൂടി പറയണ്ടേ. ബയോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പറയ്. യൂസ് ഓഫ് Pest. ബയോളജിക്കൽ മെത്തേഡ്സ് ഫോർ കൺട്രോളിങ് പെസ്റ്റ്. ഓക്കെ, എന്താണ്? യൂസ് ഓഫ് ബയോളജിക്കൽ മെത്തേഡ് ഫോർ കൺട്രോളിങ് പെസ്റ്റ്. അതിനെ നമ്മൾ എന്ത് പറയാ? ബയോ കൺട്രോൾ എന്ന് പറയാം. ഓക്കെ, യൂസ് ഓഫ് ബയോളജിക്കൽ മെത്തേഡ് ഫോർ കൺട്രോളിങ് പെസ്റ്റിനെ നമ്മൾ എന്ത് പറയാം? ബയോ കൺട്രോൾ എന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞ് നമ്മൾ പെസ്റ്റിനെ യൂസ് ചെയ്യുമ്പോൾ പെസ്റ്റിനെ അഗേൻസ്റ്റ് നമ്മൾ എന്താ യൂസ് ചെയ്യുക? പെസ്റ്റിസൈഡ്സ് ആണ് യൂസ് ചെയ്യുക. പെസ്റ്റിസൈഡ്സ് എന്താണ്? ബ്രോഡ് സ്പെക്ട്രം ആണ്. പെസ്റ്റിസൈഡ്സ് എന്താണ്? ബ്രോഡ് സ്പെക്ട്രം ആണ്. പിന്നെ അവർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് നമ്മൾ എന്ത് പറഞ്ഞു? ഏതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് പറയും? Polluting. ഹൈലി ടോക്സിക് ആണ്. പിന്നെന്താണ്? പൊല്യൂട്ടിംഗ് ആണ്. ഏതൊക്കെ പൊല്യൂഷൻ ഉണ്ടാവും? സോയിൽ പൊല്യൂഷൻ ഉണ്ടാവും, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞു? ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏതാണ്? കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ളത് ഓർഗാനിക് ഫാമിംഗ് ആണ്. ഓർഗാനിക് ഫാമിങ്ങും ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലാതെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓർഗാനിക് ഫാമിലുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞ് എന്താണ്? നോ ആഗ്രോ കെമിക്കൽസ് ആർ യൂസ്ഡ്. അതായത് പെസ്റ്റിസൈഡ്സ് പോലുള്ള കെമിക്കൽസ് എവിടെ യൂസ് ചെയ്യില്ല? ക്ലിയർ ആവണില്ല. കൺവെൻഷനില് ഓർഗാനിക് ഫാമിംഗ് ഉണ്ട്, കൺവെൻഷണൽ ഫാമിംഗ് ഉണ്ട്. ഓർഗാനിക് ഫാമിംഗ് എന്താണ്? ആഗ്രോ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യില്ല. പിന്നെ എന്താണ്? നമ്മള് ബയോ ഫെർട്ടിലൈസേഴ്സും ബയോ കൺട്രോൾ മെത്തേഡുമാണ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ പറഞ്ഞത് നിങ്ങളെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു 3-4 ബയോ കൺട്രോൾസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞേ? ലേഡി ബേർഡ്, Aphids. ലേഡി ബേർഡ് ബീറ്റിൽ ഏതിന് എഗെയിൻസ്റ്റ് ആണ്? അഫിഡ്സിന് എഗെയിൻസ്റ്റ്. വെരി ഗുഡ്. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ ഏതാ പറഞ്ഞു? ഡ്രാഗൺ ഫ്ലൈ. ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ തുമ്പിക്കാണ് എന്താ പറയാ? ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയും. ഡ്രാഗൺ ഫ്ലൈ ഏതിനെതിരാണ് യൂസ് ചെയ്യുക? Mosquito. മോസ്കിറ്റോ. ഏത് മോസ്കിറ്റോക്ക് എതിരെയാണ്? ടെക്സ്റ്റൈൽ ഇല്ല എന്നാ പോലും മെയിൽ മോസ്കിറ്റോക്ക് എതിരെയാണ് യൂഷ്വലി എന്ത് യൂസ് ചെയ്യുക? ഡ്രാഗൺ ഫ്ലൈ യൂസ് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെ നമ്മൾ ഏതാ പറഞ്ഞു? മൂന്നാമത്തത് ബാസിലസ് തുറിഞ്ചിയൻസിസ്. ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്താണ്? ഒരു ബാക്ടീരിയയാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? സ്പ്രേ ചെയ്ത് കൊടുക്കും. സാഷയിലാണ് യൂഷ്വലി ഉണ്ടാവുക. അവർ നമ്മൾ എന്ത് ചെയ്യും? സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്തിന് അഗേൻസ്റ്റ് ആണ്? ബട്ടർഫ്ലൈ Caterpillar. ക്യാച്ചപ്പില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു BT ചിലപ്പോ, അതായത് ഇപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗ് നോക്കുമ്പോൾ BT റെസിസ്റ്റന്റ് ആയിട്ടുള്ള BT ജീൻ ഇൻസെർട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. BT കോട്ടൺ, BT ബ്രിഞ്ചാളൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞ്. പിന്നെ നാലാമത്തെ ഏതാ പറഞ്ഞ്? ഒരു ഫംഗസിനെ പറ്റി പറഞ്ഞു. ഏതാണ്? ട്രൈക്കോഡർമ. ട്രൈക്കോഡർമ എന്താണ്? ഒരു ഫംഗസ് ആണ്. ഏതിന് എഗെയിൻസ്റ്റ് ആണ് ട്രൈക്കോഡർമ? പ്ലാന്റ് പാത്തജൻസ്. ഓക്കെ, പ്ലാന്റ് പാത്തജൻസ്. അടുത്തതാണ് നമ്മൾ പറഞ്ഞത് എന്ത്? ബാക്യുലോ വൈറസ് അല്ല. ബാക്യുലോ വൈറസ് ഏതിന് അഗെയിൻസ്റ്റ് ആണ് പറയും? ആർത്രോപോഡ്സ് ആൻഡ് Insects.
ഇൻസെക്ട്. ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞ്, ഒന്നെന്താണ് നാരോ സ്പെക്ട്രമാണ്, അതായത് അവർക്ക് എഗെയിൻസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആക്ട് ചെയ്യുള്ളൂ. രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത്, ദേ ഡസൻറ്റ് ഹാം അതേഴ്സ്. അതേഴ്സ് ഏതൊക്കെയാണ്, പ്ലാന്റ്സിനെ ഹാം ചെയ്യൂല, മാമൽസിനെ ഹാം ചെയ്യൂല, പിന്നെ ഏതൊക്കെയുള്ള ഫിഷസ്, ബേർഡ്സ്, ഇതിനൊന്നും എന്ത് ചെയ്യൂല, ഹാം ചെയ്യും. പിന്നെ നമ്മളിത് പറഞ്ഞ് ഇതിന്റെ ജീനസ് പറഞ്ഞു. ജീനസ് ഏതാണ്, ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ലേഡി ബേർഡ് ഏതിന് അഗേൻസ്റ്റ് ആണ്, ഡ്രാഗൺ ഫ്ലൈ, എനിക്ക് തോന്നുന്നത് മാത്സ് ഫോളോയിലൊക്കെ വരലുണ്ട് തോന്നുന്നത്. അതേപോലെ ബാസിലസ് ബി.ടി ഏതിന് അഗേൻസ്റ്റ് ആണ്, ഇപ്പൊ നമ്മൾ ബി.ടി എന്ന് വിളിക്കും, ചുരുക്കിച്ച് എന്ത് വിളിക്കും, ബി.ടി എന്ന് വിളിക്കും. പിന്നെ ട്രൈക്കോഡർമ ബാക്യുലോ വൈറസ്, ഇതുവരെ ഓക്കെ ആണോ? ആ ഓക്കെ. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത് നോക്ക്. സെയിം ബയോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസ് ഓഫ് ബയോളജിക്കൽ മെത്തേഡ് ഫോർ കൺട്രോളിങ് പ്ലാന്റ് ഡിസീസ് ആൻഡ് പെസ്റ്റ്. യൂസ് ഓഫ് ബയോളജിക്കൽ മെത്തേഡ് ഫോർ കൺട്രോളിങ് പ്ലാന്റ് ഡിസീസ് ആൻഡ് പെസ്റ്റിനെ നമ്മൾ എന്ത് പറയാ, ബയോ കൺട്രോൾ എന്ന് പറയാം. എന്തുകൊണ്ട് നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നില്ല, അതായത് നമുക്ക് പെസ്റ്റിസൈഡ്സും വീഡിസൈഡ്സും ഒക്കെ യൂസ് ചെയ്യാമല്ലോ, എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല, അവരെന്താണ്, ടോക്സിക് ആണ്, ഹാംഫുൾ ആണ്, പൊല്യൂട്ടിംഗ് ആണ്. ഏതൊക്കെ പൊല്യൂഷൻ ഉണ്ടാക്കുക, ഒന്നെങ്കിൽ എന്തുണ്ടാക്കുക, സോയിൽ പൊല്യൂഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തുണ്ടാക്കുക, ഇപ്പൊ ഒരു റെയിൻ ഒക്കെ വന്ന് ഈ സോയിലുള്ളതിനേറ്റ് മിക്സ് ചെയ്ത് ഏതെങ്കിലും വാട്ടർ ബോഡീസിലേക്ക് പോയാൽ എന്തുണ്ടാക്കുക, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുക. അപ്പോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കെമിക്കൽസിന് പകരം എന്ത് ചെയ്യും, ബയോ കൺട്രോൾ യൂസ് ചെയ്യും. ബയോ കൺട്രോൾ അല്ലെങ്കിൽ ബയോളജിക്കൽ കൺട്രോൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഇറ്റ് ഈസ് ടു റെഡ്യൂസ് ദ ഡിപ്പെൻഡൻസ് ഓഫ് കെമിക്കൽസ്. എന്തിനാണ്, ഇറ്റ് ഈസ് ടു റെഡ്യൂസ് ദ ഡിപ്പെൻഡൻസ് ഓഫ് കെമിക്കൽസ്, അതായത് ഈ കെമിക്കൽ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സിന് വീഡിസൈഡ്സിന് ഒക്കെയുള്ള ഡിപ്പെൻഡൻസ് കുറച്ച് ഇതിൽ നിന്നിട്ട് ഈ സോയിൽ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഇപ്പോ അല്ലെങ്കിൽ ഈ ടോക്സിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ് ഒക്കെ സ്പ്രേ ചെയ്ത പ്ലാന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്, കഴിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആണ് നമ്മൾ കഴിക്കുന്നത്. അത് ഓഫ് കോഴ്സ് ടു ആൻ എക്സ്റ്റെന്റ് എന്താണ്, നമുക്കും ഹാർംഫുൾ ആണ് അല്ലെ. അപ്പോ ഇതിന്റെ ഡിപ്പെൻഡൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, ബയോ കൺട്രോൾ എന്നുള്ള സംഭവം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ബയോ കൺട്രോൾ ഓർ ബയോളജിക്കൽ കൺട്രോൾ. പിന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ഒരു 5 എക്സാമ്പിൾസ് അല്ലെങ്കിൽ 5 ബയോ കൺട്രോൾ മെത്തേഡ്സ് ആണ് എന്ത് പറയുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത്. ഒന്ന് എന്താണ്, ലേഡി ബേർഡ് ബീറ്റിൽ, ഏതിന് അഗേൻസ്റ്റ് ആണ്, അഫിഡ്സിന് അഗേൻസ്റ്റ് ആണ്. ഓക്കെ, ലേഡി ബേർഡ് ബീറ്റിൽസ് എന്തിന് അഗേൻസ്റ്റ് ആണ്, അഫിഡ്സിന് അഗേൻസ്റ്റ് ആണ്. പിന്നെ ഏതാണ്, ഡ്രാഗൺ ഫ്ലൈസ് എന്തിന് അഗേൻസ്റ്റ് ആണ്, മോസ്കിറ്റോന് അഗേൻസ്റ്റ് ആണ്. പിന്നെ ബാസിലസ് തുറിഞ്ചൻസിസ് ഓർ ബി.ടി ഇറ്റ് ഇസ് അഗേൻസ്റ്റ് ബട്ടർഫ്ലൈ കാറ്റർപില്ലർ. പിന്നെ ട്രൈക്കോഡർമ. ട്രൈക്കോഡർമ ഇത് നോക്കണേ, ഇറ്റ് ഇസ് എ ഫ്രീ ലിവിംഗ് ആണ്, റൂട്ട് എക്കോസിസ്റ്റത്തിൽ ഉള്ളതാണ്. അതായത് പ്ലാന്റ്സിന്റെ റൂട്ടിലാണ് എന്തുണ്ടാവുക, ഇവർ ആക്ട് ചെയ്യുക. ഇറ്റ് ഇസ് എ ഫ്രീ ലിവിംഗ് ആണ്, റൂട്ട് എക്കോസിസ്റ്റത്തിൽ ഉള്ളതാണ്. ദെയർ അഗെയിൻസ്റ്റ് എന്താണ്, അഗെയിൻസ്റ്റ് പ്ലാന്റ് പാത്തജൻസ്. പിന്നെ ഏതാണ്, ബാക്യുലോ വൈറസ് ഏതിന് അഗെയിൻസ്റ്റ് ആണ്, ഇൻസെക്ട് ആൻഡ് ആർത്രോപോഡ്സ്. ബാക്യുലോ വൈറസ് എന്തിന് അഗെയിൻസ്റ്റ് ആണ്, ഇൻസെക്ട് ആൻഡ് ആർത്രോപോഡ്സ്. പിന്നെ എന്താ പറയുന്നത്, ഇവിടെ നമ്മൾ പറഞ്ഞ് ഏത് ജീനസിലാണ് ബാക്യുലോ വൈറസ്, ന്യൂക്ലിയോ പോളി ഹെഡ്രോ വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ജീനിലാണ് എന്ത്, ബാക്യുലോ വൈറസ്. ഇമ്പോർട്ടന്റ് ആണ്, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഈ 5 നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഏതിന് അഗെയിൻസ്റ്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്, തിരിഞ്ഞു പോകരുത്. അതായത് ലേഡി ബേർഡ് ആണ് എന്തിന് അഗെയിൻസ്റ്റ്, ലേഡി ബേർഡ് ആണ് എന്തിന് അഗെയിൻസ്റ്റ്, അഫിഡ്സിന്. ഡ്രാഗൺ ഫ്ലൈ ആണ് എന്തിന് അഗെയിൻസ്റ്റ്, മോസ്കിറ്റോ. ബി.ടി ആണ് എന്തിന് അഗെയിൻസ്റ്റ്, ഇത്. നേരെ തിരിയരുത്. ഓക്കെ, എനിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ബാക്യുലോ വൈറസസ് അഗെയിൻസ്റ്റ് ഇൻസെക്ട് ആൻഡ് ആർത്രോപോഡ്. അപ്പോ ഇതിന്റെ ജീനസ് ഏതാണ്, ന്യൂക്ലിയോ പോളി ഹെഡ്രോ വൈറസ്. പിന്നെ എന്താണ്, സ്പീഷീസ് സ്പെസിഫിക് ആണെന്ന് പറഞ്ഞത്. സ്പീഷീസ് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സ്പീഷീസിനെതിരെ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുള്ളൂ, ആക്ട് ചെയ്യുള്ളൂ. അതായത് ഇപ്പോ നാരോ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അതന്നെ, നാരോ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിനെ എഫക്ട് ചെയ്യൂല എന്നുള്ള മീനിങ്ങും കൂടി. സ്പീഷീസ് സ്പെസിഫിക് ആണ്, ആ സ്പീഷീസിനെതിരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആക്ട് ചെയ്യുള്ളൂ. നാരോ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കിയുള്ളതിന് ഒന്നും എന്ത് ചെയ്യൂല, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കില്ല. അതായത് നോൺ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒന്നിനും എന്തെങ്കിലും ഉണ്ടാക്കില്ല, ഇമ്പാക്ട് ഉണ്ടാവില്ല. ഇവിടെ ഏതൊക്കെയാണ് നോൺ ടാർഗറ്റഡ്, പ്ലാന്റ്സിന് ഉണ്ടാക്കില്ല, മാമൽസിന് ഉണ്ടാക്കില്ല, ബേർഡ്സിന് ഉണ്ടാക്കില്ല, ഫിഷസിന് ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ അതർ നോൺ ടാർഗറ്റഡ്
ഇൻസെക്ട്സിന് എന്തുണ്ടാക്കൂല, ഇമ്പാക്ട് ഉണ്ടാക്കൂല. ഇതുവരെ ഓക്കെ ആണോ? ആ ഉം. ഇനി ഇവിടെ നോക്ക്, ഞാൻ പിക്ചേഴ്സ് ആഡ് ചെയ്തതാണ്. ഫസ്റ്റ് പിക്ചറിലുള്ളത് ഏതാ? ഇതാണ് എന്ത്? ഇതാണ് ലേഡി ബേർഡ് ബീറ്റ്. ഏതിന് അഗെയിൻസ്റ്റ് ആണ്? അഫിഡ്സ്. ഇപ്പൊ തന്നെ പഠിച്ചു പോവാ. ഓക്കെ, ഇതാണ് എന്ത്? ഡ്രാഗൺ ഫ്ലൈ. ഏതിന് അഗെയിൻസ്റ്റ് ആണ്? പറയ്. മോസ്കിറ്റോ. മോസ്കിറ്റോ. പിന്നെ ഇത് ബീറ്റി. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ, ഇത് സാഷെ പോലെ കിട്ടുക. അതേപോലെ ഒന്നെങ്കിൽ ഇതിപ്പോ എനിക്കൊന്നൊരു ബോട്ടിലായിട്ട് കിട്ടുക. അപ്പൊ എന്ത് ചെയ്ത്, ഐ മീൻ ഒരു ലിക്വിഡ് പോലെ കിട്ടുക, അത് സ്പ്രേ ചെയ്തെടുക്കും. സാഷെ പോലെ കിട്ടുമ്പോ എന്ത് ചെയ്യും? സാഷെ എന്ന് പറഞ്ഞാൽ അറിയില്ല, അപ്പൊ നമ്മള് കോഫിയൊക്കെ സാഷയിൽ കിട്ടില്ല, 2 രൂപയുടെ സാഷയിലൊക്കെ കോഫി കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് വാട്ടറിൽ കലക്കിയിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതേതാണ്? ബാസിലസ് തുറിഞ്ചിയൻസിസ്, അഥവാ എന്താണ് നമ്മൾ ഇതിന് ഷോർട്ടേജ് ബീറ്റി എന്ന് പറയും. പിന്നെ ഇതാണ് ട്രൈക്കോഡർമ. ട്രൈക്കോഡർമയാണ് ഇത്. ഇവരെവിടെ ആക്ട് ചെയ്യുക? റൂട്ട് എക്കോസിസ്റ്റത്തിലാണ് ആക്ട് ചെയ്യുക. എന്തിന് അഗേൻസ്റ്റ് ആണ്? പ്ലാന്റ് പാത്തോജൻസ്. പിന്നെ ഇത് ബാക്ടീരിയോ വൈറസിന്റെ ലൈഫ് സൈക്കിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഐ മീൻ ലൈഫ് സൈക്കിൾ അല്ല, എങ്ങനെ ആക്ട് ചെയ്യാന്നാണ് കൊടുത്തിട്ടുണ്ട്. ബാക്ടീരിയ വൈറസ് അവരെന്ത് ചെയ്യും? ഇതേപോലെ ഇൻസെക്റ്റിനെ, ഇതാണ് ഇൻസെക്ട് അല്ലെങ്കിൽ ആർത്രോപോഡ്, പോയിട്ട് എന്ത് ചെയ്യും? നശിപ്പിക്കും. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ആ ഇനി ഞാൻ NCERT എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. Okay. Biocontrol refers to the use of biological method for controlling plant disease and pest. അതാണ് എന്ത്? ബയോകൺട്രോളിന്റെ ഡെഫിനിഷൻ. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. അതായത് ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ഈസ് ദ ബയോളജിക്കൽ മെത്തേഡ് ഫോർ കൺട്രോളിംഗ് പ്ലാന്റ് ഡിസീസ് ആൻഡ് പെസ്റ്റ് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കാം. എന്താണ് ബയോ കൺട്രോൾ? മോഡേൺ സൊസൈറ്റി ദിസ് പ്രോബ്ലംസ് ഹാവ് ബീൻ ടാക്കിൾഡ് ഇൻക്രീസിംഗ്ലി ബൈ ദ യൂസ് ഓഫ് കെമിക്കൽസ്. നമ്മൾ പറഞ്ഞ എന്താണ്? കെമിക്കൽസിന്റെ യൂസ് കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് എന്താണ് മോഡേൺ സൊസൈറ്റിയിൽ ഉണ്ട്. എന്താണ്? അവര് എക്സ്ട്രീംലി ഹാർംഫുൾ ആണ്, ടോക്സിക് ആണ്. പിന്നെ ഹ്യൂമൻ ബീങ്സിനെയും ആനിമൽസിനെയും ഒക്കെ ഒരുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എൻവയോൺമെന്റിനെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് സോയിലിനെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്, വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ക്രോപ്പ് പ്ലാന്റ്സിലൊക്കെ നമ്മൾ ഇത് അടിക്കുമ്പോൾ അതാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇൻഡയറക്ട്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് എഫക്ട് ചെയ്യുന്നുണ്ട്. സോയിൽ പൊല്യൂട്ട് ആവുന്നുണ്ട് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പൊ അതിനൊരു എന്താണ് ഒരു പോം വഴി, ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിക്കാണ് നമ്മൾ എന്ത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്? ബയോ കൺട്രോൾ അല്ലെങ്കിൽ ബയോളജിക്കൽ കൺട്രോൾ ചെയ്യുന്നത്. അതെന്താണ്? ഇൻ അഗ്രികൾച്ചർ ദർ ഇസ് എ മെത്തേഡ് ഓഫ് കൺട്രോളിംഗ് പെസ്റ്റ് ദാറ്റ് റിലീസ് ഓൺ നാച്ചുറൽ പ്രിഡേഷൻ rather than introduced chemicals. അതായത് നമ്മളൊരു കെമിക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം, കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പെസ്റ്റിസൈഡ്, വീഡിസൈഡ് പോലെ കെമിക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം നാച്ചുറൽ ആയിട്ട് അവരുടെ പ്രെഡേറ്റേഴ്സിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യും. The more variety of landscape has, the more sustainable it is. The organic farmer therefore works to create a system where the insects that are sometimes called pests are not eradicated. അവരെന്ത് ചെയ്യുന്നില്ല? പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നില്ല. ഇൻസ്റ്റഡ് എന്താ ചെയ്യണത്? ഞാൻ പറഞ്ഞു, ഒരു ചെക്ക് ചെയ്യണം. ഒരു മാനേജബിൾ എമൗണ്ടിൽ ആ പെസ്റ്റിനെ എന്ത് ചെയ്യാണ്? കീപ്പ് ചെയ്യാണ്. ഓക്കെ, they are kept at manageable level by complex system of checks and balances within the living and vibrant ecosystem. Contrary to the conventional farming practices, which often use chemical method to kill both useful and harmful life forms indiscriminately. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ പെസ്റ്റിസൈഡ് എന്താണ്? ഒരു ബ്രോഡ് സ്പെക്ട്രം ആണ്, അല്ലെ? ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനെയും ആവശ്യമില്ലാത്തതിനെയും ഒരേ സമയം എന്ത് ചെയ്യും? കില്ല് ചെയ്യും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും? ഇറാഡിക്കേറ്റ് ചെയ്യും. അതിന് കോൺട്രവേഴ്സി അല്ലെങ്കിൽ അതിന് എന്താ പറയാ, അഗെയിൻസ്റ്റ്, അല്ലെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇവിടെ ബയോ കൺട്രോൾ ഫോളോ ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് കെപ്റ്റ് ഓൺ എ ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം. അതായത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണില്ല? ഇറാഡിക്കേറ്റ് ചെയ്യുന്നില്ല. പകരം അവരുടെ അമൗണ്ട് വല്ലാതെ കൂടുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? കുറക്കുന്നുണ്ട്. അതേപോലെ എല്ലാത്തിനും എന്ത് ചെയ്യണില്ല? ഡിസ്ട്രോയ് ചെയ്യണില്ല, അല്ലെങ്കിൽ കില്ല് ചെയ്ത് കളയണില്ല. ആവശ്യമില്ലാത്തതിനെ മാത്രമേ എന്ത് ചെയ്യണുള്ളൂ? ഒഴിവാക്കണുള്ളൂ. ഓക്കെ. Okay, this is a holistic approach that seeks to develop an understanding of the webs of interaction between the myriads of organisms that constitute the field of
ഫ്ലോറ ആൻഡ് ഫോണ. അതായത് ഞാൻ പറഞ്ഞ് ഒരു വെബ് ഓഫ് ഇന്ററാക്ഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ഫുഡ് വെബ് ഒക്കെ ഉണ്ട്. അതായത് ഏതിനെയാണ് കഴിക്കണേ എന്നുള്ളൊരു സംഭവമുണ്ട്. അത് ഫോളോ ചെയ്തിട്ടാണ് എന്ത് ഈ ഒരു അപ്രോച്ച് മുന്നിലേക്ക് വെക്കുന്നത്. Okay. The organic farmer holds the view that the eradication of the creatures that are often described as pests is not only possible but also undesirable, for without them the beneficial predatory and parasitic insects which depend upon them as food or host would not be able to survive. അതായത് ഇപ്പൊ നമ്മൾ ഒരു പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ എന്തെങ്കിലും ഡിസ്ട്രോയ് ചെയ്യും. അപ്പൊ ഇവരെ ഫീഡ് ചെയ്യണ എന്തുണ്ടാവും? ഓർഗാനിസംസ് ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഒരു പോൺ വാട്ടറിൽ കുറച്ച് ഫിഷ് ഉണ്ട് അല്ലെ? ഫിഷിനെ ഈറ്റ് ചെയ്യുന്ന ബേർഡ് ഉണ്ട്. അപ്പൊ നമ്മള് ആ വാട്ടറിലേക്ക് എന്ത് ചെയ്തു? ഒരു കെമിക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫിഷ് ഒക്കെ ചത്തുപോയി. ഫിഷ് ഈ ഫിഷ് ഈറ്റിംഗ് ബേർഡ്സ് പിന്നെ എന്തുമായിരിക്കും ഫീഡ് ചെയ്യുക? അവർക്ക് ഫീഡ് ചെയ്യാൻ ഫിഷ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ആ ഫിഷ് ഈറ്റിംഗ് ബേർഡ്സിന് എന്ത് പറ്റും? അവരെ എമൗണ്ട് കുറഞ്ഞു വരും ഫുഡ് കിട്ടാതെ. അപ്പൊ ഇങ്ങനെ നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്ത് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ഒരുപോലെ നശിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? അവരെ ഫീഡ് ചെയ്യുന്ന പ്രീഡേറ്റേഴ്സിന് എന്ത് ചെയ്യും? അവരുടെ എമൗണ്ടും കുറഞ്ഞു വരും. അപ്പൊ ഓർഗാനിക് ഫാമർ എന്താ ചെയ്യുന്നത്? അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇവരൊരു ചെക്ക് ആൻഡ് ബാലൻസിലാണ് പോകുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണില്ല? നശിപ്പിക്കണില്ല. Thus, the use of biocontrol measures will greatly reduce our dependence on toxic chemicals. എന്താണ്? നമ്മളെ ടോക്സിക് കെമിക്കൽസിനുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കും. മുന്നേ പറഞ്ഞു. An important part of the biological farming approach is to become familiar with the various life forms that inhabit the field. അതായത് ഏതൊക്കെ ലൈഫ് ഫോംസ് ആണ് ഒരു ഫീൽഡിനെ ഇൻഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കലാണ് എന്ത് ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ബയോളജിക്കൽ ഫാമിംഗ്. പിന്നെ predators as well as pests, and also their life cycle pattern of feeding and the habits that they prefer. This will help develop appropriate means of biocontrol. അതായത് ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്, അത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്, എങ്ങനെയാണ് ഫീഡ് ചെയ്യണതൊക്കെ മനസ്സിലാവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബയോ കൺട്രോള് എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താണ്, ഫോർ എക്സാമ്പിൾ അഫിഡ്സിനെ കഴിക്കുന്നത് ലേഡി ബേർഡ് ബീറ്റിലാണെന്ന് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയോണ്ടാണ് എന്ത് അഫിഡ്സിന്റെ എമൗണ്ട് കൂടുമ്പോൾ ലേഡി ബേർഡ് ബീറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ. പിന്നെ എന്താ പറയുന്നത്? വെരി ഫെമിലിയർ ബീറ്റിൽ വിത്ത് റെഡ് ആൻഡ് ബ്ലാക്ക് മാർക്കിങ്സ് ഏതാണ്? ലേഡി ബേർഡ് ബീറ്റിൽ ആൻഡ് ഡ്രാഗൺ ഫ്ലൈസ് ആർ യൂസ്ഫുൾ ടു ഗെറ്റ് റിഡ് ഓഫ് അഫിഡ്സ് ആൻഡ് മോസ്കിറ്റോസ് ഇൻ റെസ്പെക്റ്റീവ്ലി. അതായത് ലേഡി ബേർഡ് ബീറ്റിൽ ഇസ് അഗെയിൻസ്റ്റ് അഫിഡ്സ് ആൻഡ് ഡ്രാഗൺ ഫ്ലൈസ് ആർ അഗെയിൻസ്റ്റ് ഏതാണ്? മോസ്കിറ്റോസ്. An example of microbial biocontrol agent that can be introduced in order to control butterfly caterpillar is the bacteria ഏതാണ്? Bacillus thuringiensis, often written as BT എന്ന് പറയും. These are available in sachets as dried spores which are mixed with water and sprayed onto vulnerable plants such as ഇത് മർക്കിന്റെ ബ്രാസിക്കാസും ഫ്രൂട്ട് ട്രീസും. അത് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കണ്ടിരിക്കുന്നതാണ് എനിക്ക് ഓർമ്മ. അതായത് BT കാറ്റർപില്ലർ ഇതിലായിട്ട് ഏത് പ്ലാന്റ്സിലാണ് കാറ്റർപില്ലറിന് അഗെയിൻസ്റ്റ് BT യൂസ് ചെയ്യണമെന്നുള്ള ക്വസ്റ്റ്യൻ കണ്ട പോലെ എനിക്ക് ഒരു ഓർമ്മ ഉണ്ട്. പ്രീവിയസ് ഇയർ ആണോന്ന് ഓർമ്മയില്ല. അത് ഇനിയിപ്പോ അല്ലാണ്ട് നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണോന്ന് ഓർമ്മയില്ല. കണ്ടൊരു ഓർമ്മ ഉണ്ട്. ബ്രാസിക്കാസും ഫ്രൂട്ട് ട്രീസും മറക്കരുത്. വേർ ദേ ആർ ഈറ്റൻ ബൈ ദ ഇൻസെക്ട് ലാർവ. എന്താണ്? കാറ്റർപില്ലറിന്റെ ലാർവ എന്ത് ചെയ്യും? വേർ ദേ ആർ ഈറ്റൻ ബൈ ദ ഇൻസെക്ട് ലാർവ. ഓക്കെ. They are eaten by the insect larvae. Okay, അതാണ്. In the gut of larva, the toxin is released and the larvae get killed. The bacterial disease will kill the caterpillars but leave other insects unharmed. അതായത് എന്താണ്? നാരോ സ്പെക്ട്രം ആണ്. Because of the development of method of genetic engineering in last decade or so, the scientists have introduced Bacillus thuringiensis toxic genes into plants. ഞാൻ പറഞ്ഞ എന്താണ്? Bacillus thuringiensis വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത പ്ലാന്റ്സ് ഉണ്ട്. BT plants, BT cotton, BT brinjal, BT maize എന്നൊക്കെ പറഞ്ഞിട്ട്. Such plants are resistant to attack by insect pests. BT cotton is one such example. അതല്ലാതെ BT brinjal ഉണ്ട്, BT maize ഉണ്ട്. Okay, which is being cultivated in some states of our country. You will learn more about this in chapter 12. എനിക്ക് തോന്നുന്നു ബയോടെക്നോളജിയിലാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ബയോടെക്നോളജി എടുത്തതാണോ? അല്ല. ഓക്കെ.
നിങ്ങൾ മുന്നേ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അവിടെ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ ആക്ഷൻ വരുന്നത് എന്നൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ബയോടെക്നോളജിയിൽ പറയുന്നുണ്ട്. ഒന്നുമില്ല തന്നെ ചില പ്ലാന്റ്സിനെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഇൻസെക്റ്റിന് തന്നെ റെസിസ്റ്റന്റ് ആക്കും. അതായത് ബീറ്റ് ഇൻസെക്റ്റിന് കൊടുക്കാതെ പ്ലാന്റിന് കൊടുക്കും. അപ്പൊ പ്ലാന്റ് എന്ത് ചെയ്യും? ആ പെസ്റ്റിന് റെസിസ്റ്റന്റ് ആവും. അപ്പൊ ആ പെസ്റ്റ് വന്ന് പ്ലാന്റിന്മേ ഫീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ബി ജീന് ഇൻസെക്റ്റിന്റെ ഉള്ളിൽ പോകും, അല്ലെങ്കിൽ പെസ്റ്റിന്റെ ഉള്ളിൽ പോകും. അവിടെ പോയിട്ട് അവരെ ഗട്ട് സിസ്റ്റം ഡാമേജ് ചെയ്യും. എനിക്ക് തോന്നുന്നു പോർസ് ഉണ്ടാക്കും, ഇൻഡസ്ട്രിയലിൽ പോർസ് ഉണ്ടാക്കിയിട്ട് അവർ ഡാമേജ് ചെയ്യാതെ തോന്നുന്ന മെത്തേഡ് കറക്റ്റ് ആയിട്ട് ബയോടെക്നോളജിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. A biological control being developed for use in the treatment of plant disease is the fungus. ഏതാണ് ഫംഗസ്? ട്രൈക്കോഡെർമ. എന്താ ഉണ്ടാവുക? ട്രൈക്കോഡെർമ സ്പീഷീസ് ആർ ഫ്രീ ലിവിംഗ് ആണ്, ദാറ്റ് ആർ വെരി കോമൺ ഇൻ ദ റൂട്ട് ഇക്കോസിസ്റ്റം. ട്രൈക്കോഡെർമ സ്പീഷീസ് എവിടെയാണ്? ദേ ആർ ഫ്രീ ലിവിംഗ് ആണ്. മറക്കരുത്, ഫ്രീ ലിവിംഗ് ആണ്. അതും പെസ്റ്റിനാണ്. അതായത് എനിക്ക് പ്രീവിയസ് ആയിട്ട് കണ്ടത്ര ഓർമ്മയില്ല, പക്ഷെ ഞങ്ങൾ പഠിക്കുമ്പോൾ ചോദിക്കലുണ്ടായിരുന്നു, വിച്ച് among the following is ഫ്രീ ലിവിംഗ് എയറോബിക്, ഫ്രീ ലിവിംഗ് അനഎയറോബിക്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം, ഓർമ്മിച്ച് വെക്കണം. ഏതൊക്കെയാണ് ഫ്രീ ലിവിംഗ്, ഏതൊക്കെയാണ് സിംബയോട്ടിക് എന്നൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ഓക്കെ. ദാറ്റ് ഇസ് വെരി കോമൺ ഇൻ എവിടെയാണ്? റൂട്ട് ഇക്കോസിസ്റ്റം. ദേ ആർ ഇഫക്റ്റീവ് ബയോ കൺട്രോൾ ഏജൻസ് ഫോർ ഏതിനാണ്? പ്ലാന്റ് പാത്തജൻസ് ആണ് കേട്ടോ. ട്രൈക്കോഡെർമ ഇസ് അഗെയിൻസ്റ്റ് പ്ലാന്റ് പാത്തജൻസ്. പിന്നെ അടുത്തത് ഏതിനെ പറ്റി പറയുന്നത്? നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ബാക്യുലോ വൈറസ് ആർ പാത്തജൻസ് ദാറ്റ് അറ്റാക്ക് ഏതൊക്കെയാണ്? ഇൻസെക്റ്റിനെയും ആർത്രോപോഡ്സിനെയും അഗെയിൻസ്റ്റ് ആണ് ഏത്? ബാക്യുലോ വൈറസ് ഉള്ളത്. ദ മെജോറിറ്റി ഓഫ് ബാക്യുലോ വൈറസ് യൂസ്ഡ് ആസ് ബയോ കൺട്രോൾ ഏജൻസ് ആർ ഇൻ ദ ജീനസ് ഏതാണ്? ന്യൂക്ലിയോ പോളിഹെഡ്രോവൈറസ്. മറക്കരുത്, ക്വസ്റ്റ്യൻ ആണ്. ദീസ് വൈറസ് ആർ എക്സലന്റ് കാൻഡിഡേറ്റ്സ് ഫോർ സ്പീഷീസ് സ്പെസിഫിക് ആണ്, നാരോ സ്പെക്ട്രം ആണ് ഇൻസെക്ടിസൈഡൽ അപ്ലിക്കേഷൻസ്. ദേ ഹാവ് ബീൻ ഷോൺ ടു ഹാവ് നോ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ. അതായത് നാരോ സ്പെക്ട്രം ആണ്, അതുകൊണ്ട് തന്നെ എന്തിനെതിരെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെതിരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബാക്ടീരിയോ വൈറസ് വർക്ക് ചെയ്യുള്ളൂ. അതല്ലാത്ത ഒന്നിനെയും അത് എന്ത് ചെയ്യൂല? എഫക്ട് ചെയ്യൂല. എന്തിനൊക്കെ എഫക്ട് ചെയ്യില്ല? പ്ലാന്റ്സിന് എഫക്ട് ചെയ്യില്ല, മാമൽസിന് എഫക്ട് ചെയ്യില്ല, ബേർഡ്സോ ഫിഷസോ അല്ലെങ്കിൽ അതർ നോൺ ടാർജറ്റഡ് ഇൻസെക്ട്. നമ്മൾ ടാർജറ്റഡ് ഇൻസെക്റ്റിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എഫക്ട് ചെയ്യുള്ളൂ. അല്ലാതെ നോൺ ടാർജറ്റഡ് ഇൻസെക്റ്റിനെ പോലും എന്ത് ചെയ്യൂല? ഇഫക്ട് ചെയ്യൂല. This is especially desirable when beneficial insects are being conserved to aid in the overall integrated pest management program or when an ecologically sensitive area is treated. അതായത് ഇപ്പോ ഒരുപാട് ഇൻസെക്റ്റ് ഉള്ള ഒരു ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്ടീരിയോ വൈറസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ബാക്ടീരിയോ വൈറസ് എന്താ ചെയ്യാ? ആ സ്പെസിഫിക് ഇൻസെക്റ്റിനെ മാത്രം എന്ത് ചെയ്യുള്ളൂ? കൊല്ലുള്ളൂ. ഒരു ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ. ഇപ്പൊ അവിടെ നമ്മളൊരു പെസ്റ്റിസൈഡ് ആണ് യൂസ് ചെയ്യണമെന്നുള്ളത്, യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എല്ലാത്തിനെയും അത് എന്ത് ചെയ്യും? ഡിസ്ട്രക്ട് ചെയ്യും, അല്ലെങ്കിൽ കില്ല് ചെയ്യും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ബാക്ടീരിയോ വൈറസിനാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അവര് സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ നാരോ സ്പെക്ട്രം ആയിട്ട് എന്തിനാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അതിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എഫക്ട് ചെയ്യൂ. അപ്പൊ ഒരു ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? ബാക്ടീരിയോ വൈറസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതുവരെ ഓക്കെ ആണോ? ആ ഇനി ഒരു ചെറിയ ടോപ്പിക്കും കൂടി ഉണ്ട്. എന്താണ്? മൈക്രോബ്സ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓ പറയും. അതിലെ ഒരു കീ ബിലീഫ് ഓഫ് ദി ഓർഗാനിക് ഫാമർ ഇസ് ദ ബയോഡൈവേഴ്സിറ്റി ഫാദേഴ്സ് ഹെൽത്ത് അറിയില്ലേ? ഒരു മിനിറ്റ്, എവിടെ വരുന്നത്? സെക്കൻഡ് പാരഗ്രാഫില് സെക്കൻഡ് പാരഗ്രാഫില് കീ ബിലീഫ് ഓഫ് ഓർഗാനിക് ഫാമർ ഇസ് ദാറ്റ് ബയോഡൈവേഴ്സിറ്റി ഫെർദേഴ്സ് ഹെൽത്ത്. എന്താ പറയണേ? ഫെർദേഴ്സ് ഹെൽത്ത് എന്ന് പറഞ്ഞാല് എന്താണ്? ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ സെന്റൻസിന്റെ മീനിങ് ഒക്കെ ബയോഡൈവേഴ്സിറ്റി ഫെർദേഴ്സ് ഹെൽത്ത് എന്ന് പറഞ്ഞപ്പോ മലയാളത്തിൽ പറഞ്ഞിരും. ഐ ഗസ്, ഐ മീൻ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ഫീൽഡില് ഒരു ഇത് റൈസ് ഫീൽഡ് ആണെന്ന് വിചാരിക്കും. അവിടെ നമ്മൾ റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ഒരു പാഡി ഫീൽഡ്. അവിടെ ഒരു പെസ്റ്റിസൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. പെസ്റ്റിസൈഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ റൈസ് കഴിക്കുമ്പോൾ പെസ്റ്റിസൈഡ് എന്ത് ചെയ്യും? നമ്മളുടെ
ഉള്ളിലേക്കും കടക്കും അല്ലെ? അത് നമുക്കും ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഒരു നമ്മളൊരു അൺഹെൽത്തി ആക്കും, അല്ലെങ്കിൽ നമുക്ക് മേ ബി ഒരു ഡിസീസ് ഉണ്ടാക്കാം. അതായിരിക്കണം അതിന്റെ കറക്റ്റ് മീനിങ്. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി നോക്കിയിട്ട് പറഞ്ഞുതരാം. അതാണ് തോന്നുന്നത്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളെയും എന്ത് ചെയ്യേണ്ടത്? ഇൻഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യേണ്ടത്. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? കൺവെൻഷണൽ ഫാർമിംഗ് അല്ല, ഓർഗാനിക് ഫാമിംഗ് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഒരു ഓർഗാനിക് ഫാമർ എന്ത് ചെയ്യും? അതും കൂടി നോക്കും. ഇതെന്ത് ചെയ്യരുത്? ആരെയും എഫക്ട് ചെയ്യരുത്. നമ്മളല്ല, പ്ലാന്റ്സിനെയും അത് എഫക്ട് ചെയ്യരുത്, ഹ്യൂമൻസിനെയും എഫക്ട് ചെയ്യരുത്, ഒന്നിന്റെയും ഹെൽത്തിനെ എഫക്ട് ചെയ്യരുത് എന്നുള്ളൊരു വ്യൂ എന്തുണ്ടായിരിക്കും? ഓർഗാനിക് ഫാമറിന് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? ആ പിന്നെ ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, മൈക്രോബ്സ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സ്. പക്ഷെ ഇതിൽ ഒരുപാട് സംഭവങ്ങളെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അനൈറോബിക് ഏതാ ചോദിക്കും, ഫ്രീ ലിവിങ് ഏതാ ചോദിക്കും, സിംബയോട്ടിക് ഏതാന്ന് ചോദിക്കും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ എന്ത് ചെയ്യരുത്? കൺഫ്യൂഷൻ ആവരുത്. മാക്സിമം എന്ത് ചെയ്യുക? കോഡ് വെച്ച് പഠിക്കുക. അപ്പൊ ആലോചിച്ച് നമുക്ക് ഓർമ്മ നിൽക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓർമ്മ നിൽക്കണില്ലെങ്കിൽ എന്ത് ചെയ്യാം? കുഞ്ഞു കുഞ്ഞു കോഡ്സും കാര്യങ്ങളൊക്കെ വെച്ച് പഠിക്കാം. അപ്പൊ അറ്റ് ദ എൻഡ്, ഇപ്പൊ നീറ്റിന്റെ തലേ ദിവസമൊക്കെ നമുക്ക് ഇത്രയും, ഐ ഗസ് 22 ചാപ്റ്റേഴ്സ് ഉണ്ട് ബയോളജി. 22 ചാപ്റ്റേഴ്സ് നമ്മൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യേണ്ടി വരും? റിവൈസ് ചെയ്യേണ്ടി വരും. അതിന്റെ കൂടെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ റിവൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് അത്രയും ഓർമ്മ നിൽക്കണമെന്നില്ല. ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ മാത്രം എടുത്ത് പഠിക്കുന്ന പോലെയല്ല, എല്ലാ ചാപ്റ്ററും കൂടി കവർ ചെയ്ത് വരുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യാം? മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുക, കോഡ്സ് യൂസ് ചെയ്തിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്ത് ഫാക്ടർ ആണോ ഇപ്പോ സ്വന്തമായിട്ട് ഇപ്പോ എനിക്ക് എന്താണ് ഓർത്ത് വെക്കാൻ എളുപ്പം, എന്താണ് എനിക്ക് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അത് വെച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യാൻ ഞാൻ പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് എങ്ങനെ ഓർത്ത് വെക്കാം, അതിനുവേണ്ടി നിങ്ങൾക്ക് കോഡ്സ് യൂസ് ചെയ്തിട്ട് പഠിക്കുക. ചിലപ്പോൾ ബൈഹാർട്ട് പഠിച്ചു പോയാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും. പക്ഷെ ഇത് പറഞ്ഞ മാതിരി 22 ചാപ്റ്റർ ഒരുമിച്ച് വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് പഠിക്കുക? എക്സാമ്പിൾസ് പഠിക്കുക. മൈക്രോബ്സ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സ്. പറ, ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ആർ ബയോ ഫെർട്ടിലൈസേഴ്സ്? ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി ഓർഗാനിസംസ് ദാറ്റ് എൻറിച്ച് ദ ന്യൂട്രിയൻ ക്വാളിറ്റി ഓഫ് സോയിലിനെ നമ്മൾ എന്ത് പറയാ? ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയാം. എന്താണ്? ഓർഗാനിസംസ്, ഇവിടെ മൈക്രോബ്സ്, ദാറ്റ് enrich the nutrient quality of soil. അതാണ് എന്ത്? ബയോ ഫെർട്ടിലൈസേഴ്സ്. മെയിൻ ആയിട്ട് 3 ബയോ ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് അറിയോ? ബാക്ടീരിയ ഉണ്ട്, സയനോ ബാക്ടീരിയ ഉണ്ട്. സയനോ ബാക്ടീരിയന്റെ വേറെ പേരെന്താ? ബ്ലൂ ഗ്രീൻ ആൽഗ. വെരി ഗുഡ്, ബ്ലൂ ഗ്രീൻ ആൽഗ. നേരത്തെ ചോദിച്ചോ? ബ്ലൂ ഗ്രീൻ ആൽഗ. അപ്പൊ ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനിസംസ് ദാറ്റ് എൻറിച്ച് ദ ന്യൂട്രിയൻ ക്വാളിറ്റി ഓഫ് സോയിൽ ആർ കോൾഡ് എന്താണ്? ബയോ ഫെർട്ടിലൈസേഴ്സ്. 3 ഓർഗാനിസത്തിനെ പറ്റിയിട്ടാണ് എന്ത് നിങ്ങളുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, ഫംഗൈ. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു, ഓർഗാനിക് ഫാമില് ഒരു പാർട്ടാണ് എന്ത്? ബയോ ഫെർട്ടിലൈസേഴ്സ്. ബയോ കൺട്രോൾ പോലെ ബയോ ഫെർട്ടിലൈസറും എന്താണ്? ഒരു ഓർഗാനിക് ഫാമർ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആദ്യം നമുക്ക് ബാക്ടീരിയനെ പറ്റി നോക്കാം. ബാക്ടീരിയ ബാക്ടീരിയ ഞാനിത് ഞാൻ പഠിച്ചിരുന്ന പോലെ, അതായത് ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയാ ഫ്ലോ ചാർട്ട് പോലെയാണ് നോക്കി വെച്ചിരുന്നത്, എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി. അതേപോലെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഇത് നമ്മൾ 3 ആക്കുന്നു വിചാരിക്കും. ഏതൊക്കെയാ? 1,
ഫ്രീ ലിവിങ് ആണ്, എയറോബിക് ആണ്. ഉം. ഇതേതാണ്? അനേറോബിക് ആണ്. അപ്പൊ ഇത് ഏതായിരിക്കും? സിംബയോട്ടിക്. ഓക്കെ, ഫ്രീ ലിവിങ് എയറോബിക്, ഇത് വൈകില്ലേ? ഫ്രീ ലിവിങ് എയറോബിക്, അനേറോബിക്, സിംബയോട്ടിക്. ഇത് എനിക്ക് വൃത്തിയില്ല. ഫ്രീ ലിവിങ് എയറോബിക്, ഇതേതാണ്? അനേറോബിക്, ഇതേതാണ്? സിംബയോട്ടിക്. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിന്റെ സൈഡിൽ എന്ത് ചെയ്യാ, ഇത് വരച്ചിടുക. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എഫക്റ്റീവ് ഇതാണ്. ഓക്കെ, അപ്പൊ ഫ്രീ ലിവിങ് എയറോബിക് ഏതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്? ഫ്രീ ലിവിങ് എയറോബിക് ഏതൊക്കെ എക്സാമ്പിൾ വരുന്നത്? അസറ്റോബാക്ടർ, അസറ്റോബാക്ടർ, അതേപോലെ അസോസ്പൈറിലം. ഏതാണ്? അസോസ്പൈറിലം. ഇവരെന്താ ചെയ്യാ? മെയിൻ ആയിട്ട് N2 ഫിക്സേഷൻ ആണ് ഇവരുടെ പണി. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല? നൈട്രജൻ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവരെന്ത് ചെയ്യും? N2 ഫിക്സേഷൻ ആക്കും. അസറ്റോബാക്ടർ, അസോസ്പൈറിലം. അപ്പൊ ഇവിടെ വേണമെങ്കിൽ എ എ എ ആലോചിക്കാം, പക്ഷെ അനേറോബിക്കിലും എ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒന്ന് പഠിക്കാം. അപ്പൊ എയറോബിക്കിലാണ് അസറ്റോബാക്ടർ, അസോസ്പൈറിലം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ച് വെക്കാം. പിന്നെ ഏതാണ്? അനേറോബിക്. അനേറോബിക്കിൽ ഏതാ വരുന്നത്? ക്ലോസ്ട്രീഡിയം എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇതിൽ വരുന്നത്, അനേറോബിക്കിൽ വരുന്നത്. പിന്നെ സിംബയോട്ടിക്കിൽ, സിംബയോട്ടിക്കിൽ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് റൈസോബിയം. പറയും, റൈസോബിയം ഏതുമല്ല വരിക? റൈസോബിയത്തിന്റെ ഫംഗ്ഷൻ എന്താ പറയുക? ഏത് പ്ലാന്റിലാണ്? N2 fixation ഉണ്ട്. N2 ഫിക്സേഷനിൽ ബീന് പയർ. അവരെ നമ്മൾ എന്ത് വിളിക്കും? ലെഗൂമിനസ് പ്ലാന്റ്സ് എന്ന് വിളിക്കും അല്ലെ? ലെഗൂമിനസ് പ്ലാന്റ്സ് എന്ന് വിളിക്കും. റൈസോബിയം എന്താണ്? സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ബാക്ടീരിയ ആണ് വിത്ത് റൂട്ട്സ് ഓഫ് ലെഗൂമിനസ് പ്ലാന്റ്സ്. ഓക്കെ, പിന്നെ ഒരാളും കൂടി ഉണ്ട്. ഏതാണ്? ഫ്രാങ്കിയ. പറയും, ഫ്രാങ്കിയ എന്താണ്? സെയിം. എവിടെയാണ് ഫ്രാങ്കിയ? എന്തിലാണ്? നോൺ ലെഗൂമിനസ് പ്ലാന്റ്സിലാണ്. നോൺ ലെഗൂമിനസ് പ്ലാന്റ്സ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സുഖം ഇങ്ങനെ പഠിക്കാനാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലോ ചാർട്ട് പോലെ ഇങ്ങനെ ഞാൻ പഠിച്ചു. ഞാൻ എന്റെ ടെക്സ്റ്റിന്റെ സൈഡിൽ എഴുതിയിട്ടതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇതേപോലെ സ്ക്രീനിലേക്ക് എഴുതിക്കുന്നത്. ബാക്ടീരിയൽ ആണെങ്കിൽ ഫ്രീ ലിവിങ് എയറോബിക് ഉണ്ട്, അനേറോബിക് ഉണ്ട്, സിംബയോട്ടിക് ഉണ്ട്. ഫ്രീ ലിവിങ് എയറോബിക് ഉണ്ട്, അനേറോബിക് ഉണ്ട്. മൂന്നാമത്തേതാണ്? സിംബയോട്ടിക് ഉണ്ട്. ഓക്കെ, ഫ്രീ ലിവിങ് എയറോബിക്കിലാണ് ഇത് വരുന്നത് അസറ്റോബാക്ടറും അസോസ്പൈറിലും. എന്താ ചെയ്യുന്നത്? N2 ഫിക്സേഷൻ. അനേറോബിക്കിൽ ഏതാ വരുന്നത്? ക്ലോസ്ട്രീഡിയം. അനേറോബിക് തോന്നുന്നു നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്ത് ചെയ്തിട്ടില്ല? മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, പിന്നെ സിംബയോട്ടിക്കിലാണ് ഏത് വരുന്നത്? റൈസോബിയം, ഫ്രാങ്കിയയും വരുന്നത്. റൈസോബിയം എന്താണ്? N2 ഫിക്സേഷന് ലെഗൂമിനസ് പ്ലാന്റ്സ്. ഫ്രാങ്കിയ എവിടെയാണ്? നോൺ ലെഗൂമിനസ് പ്ലാന്റ്സിനുള്ള സിംബയോട്ടിക് അസോസിയേഷൻ. ബാക്ടീരിയ ക്ലിയർ ആണോ? ആ, എന്താ ആരൊന്നും മിണ്ടാത്ത? ബാക്ടീരിയ ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അടുത്തത് ഏതാ നമുക്ക് നോക്കാം. അടുത്തത് സൈനോ ബാക്ടീരിയ. സൈനോ ബാക്ടീരിയ. സൈനോ ബാക്ടീരിയനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു.
ഒന്ന് ഏതാണ്? ഫ്രീ ലിവിംഗ് ഉണ്ട്, സിംബയോട്ടിക് ഉണ്ട്. ഏതൊക്കെയാണ്? ഫ്രീ ലിവിംഗ് ഉണ്ട്, സിംബയോട്ടിക് ഉണ്ട്. ഫ്രീ ലിവിംഗിന്റെ 4 എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഒന്ന് ഏതാണ്? നോസ്റ്റോക്ക്. 2 പറയും. അനോബെന. 3 ഓസിലറ്റോറിയ. ഒന്നും കൂടി ഉണ്ട്, മിസ് അറിഞ്ഞിരുന്നാൽ മതി. സ്പൈറുലിന. ടെക്സ്റ്റിൽ 3 പോകുന്നുണ്ട്. സ്പൈറുലിന. അതൊക്കെയാണ് നോസ്റ്റോക്ക്, അനോബെന, ഓസിലറ്റോറിയ, സ്പൈറുലിന. ഇതാണ് എന്ത്? ഫ്രീ ലിവിംഗ് സൈനോബാക്ടീരിയ. ഫ്രീ ലിവിംഗ് സൈനോബാക്ടീരിയ. സിംബയോട്ടിക്കിൽ ഏതൊക്കെയാ വരുന്നത്? സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസോസിയേഷൻ ആയിരിക്കും അല്ലെ? ഒരു അസോസിയേഷനെ നമ്മൾ എന്താ പറയാ? സിംബയോട്ടിക് എന്ന് പറയാം. അതില് 2 എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന് അസോള എന്ന് പറയുന്ന ഒരു ഫേൺ ഉണ്ട്. അസോള എന്ന് പറയുന്ന ഫേൺ ഉണ്ട്. അവരുടെ ലീവ്സില് ഏതിനെ കാണാൻ പറ്റും? അവരുടെ ലീവ്സില് അനബനിനെ കാണാൻ പറ്റും. അവരുടെ ലീവ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? അനബനിനെ കാണാൻ പറ്റും. അതെന്താണ്? ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് സൈനോബാക്ടീരിയ. ഏതാണ്? അസോള എന്ന് പറയുന്ന ഒരു ഫേൺ ഉണ്ട്. അവരുടെ ലീവ്സിൽ എന്താ പറ്റും? അനബനിനെ കാണാൻ പറ്റും. ഓക്കെ. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ഇത്. സൈക്കസ്. സൈക്കസ് എന്ന് പറഞ്ഞ എന്താണ്? പൈനസ് സൈക്കസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവരുടെ കോറലോയിഡ് റൂട്ട്സ് എന്ന് പറയും. റൂട്ട്സിൽ എന്ത് കാണാൻ പറ്റും? അറിയോ? എന്ത് കാണാൻ പറ്റും? അവര് കോറലോയിഡ് റൂട്ട്സിൽ ആരൊക്കെ കാണാൻ പറ്റും? നോസ്റ്റോക്കിനെ കാണാൻ പറ്റും, അനബനനെയും കാണാൻ പറ്റും. ആരൊക്കെ കാണാൻ പറ്റും? ഓക്കെ ആണോ? ആ. ഞാൻ പറയുമ്പോ ഇത് ഇതേപോലെ പറ്റുകയാണെങ്കിൽ ടെക്സ്റ്റിലേക്ക് എന്ത് ചെയ്യാം? സൈഡിൽ എവിടെയെങ്കിലും മാറ്റി വെക്കാം. ഓക്കെ. ഏതൊക്കെയാ നമ്മൾ പറഞ്ഞ്? സൈനോബാക്ടീരിയയിൽ ഫ്രീ ലിവിംഗ് ഉണ്ട്, സിംബയോട്ടിക് ഉണ്ട്. ഫ്രീ ലിവിംഗ് ഏതൊക്കെയുണ്ട്? നോസ്റ്റോക്ക് ഉണ്ട്, അനബൻ ഉണ്ട്, ഓസിലറ്റോറി ഉണ്ട്, സ്പൈറുലിൻ ഉണ്ട്. സിംബയോട്ടിക്കിൽ 2 എക്സാമ്പിൾസ് വരുന്നുണ്ട്. ഒന്ന് അസോളിനായിട്ടുള്ള സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. അസോള പറഞ്ഞൊരു ഫേൺ ആണ്. അവരുടെ ലീവ്സിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? അനബനിനെ കാണാൻ പറ്റും. അതേപോലെ സൈക്കസിന്റെ കോറലോയിഡ് റൂട്ട്സിൽ എന്ത് കാണാൻ പറ്റും? നോസ്റ്റോക്കിന് അനബനിനെയും കാണാൻ പറ്റും. ഓക്കെ. ഇനി മൂന്നാമത്തെ ഏതാണ്? നമ്മൾ പറഞ്ഞ ബാക്ടീരിയ ഉണ്ട്, സൈനോബാക്ടീരിയ ഉണ്ട്, പിന്നെ ഏതാണുള്ളത്? ഫംഗസ് ഉണ്ട്. മൈക്കോറൈസ എന്ന് പറഞ്ഞത് എന്താ? ഫംഗസിൽ വരുന്നത് എന്താണ്? മൈക്കോറൈസ. മൈക്കോറൈസ എന്ന് പറഞ്ഞത് എന്താ? മൈക്കോറൈസ എന്ന് പറഞ്ഞ എന്താ? ഇറ്റ് ഈസ് ദ മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ association of fungus and roots of
higher plants. എന്താണ്? It is the association of fungus and roots of higher plants. അതന്നെയാണ് എന്ത് പറയാ? മൈക്കോറൈസ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് 3 അല്ല 2. ഒന്ന് ഏതാണ്? ജിംനോസ്പേംസിൽ നമുക്ക് എന്താ കാണാൻ പറ്റും? ജിംനോസ്പേമിൽ ഏതിലാണ് കാണാൻ പറ്റുക മൈക്കോറൈസ? ജിംനോസ്പേമില് പൈനസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മൈക്കോറൈസ. ഓക്കെ. രണ്ടാമത്തെ ആൻജിയോസ്പേമിൽ ഏതിലാ കാണാൻ പറ്റുക പറയൂ? ആൻജിയോസ്പേമിൽ ഇത് കാണാൻ പറ്റുന്നത് ഓർക്കിഡ്സിലാണ്. മൈക്കോറൈസൽ അസോസിയേഷൻ എവിടെ ഉണ്ടാവുക? ഓർക്കിഡ്സിലാണ്. മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫംഗൽ അസോസിയേഷൻ വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. അപ്പൊ ജിംനോസ്പേംസും ആൻജിയോസ്പേംസും എന്താണ്? ഹയർ പ്ലാന്റ്സ് ആണ്. ജിംനോസ്പേംസിൽ പൈനസിലും ആൻജിയോസ്പേംസിൽ എവിടെ കാണാൻ പറ്റുക? എവിടെ കാണാൻ പറ്റുക? ഓർക്കിഡ്സിലാണ്. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ആ. ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാല് ഗ്ലോമസ് എന്ന് പറഞ്ഞ ജീനസ് ആണ് എന്ത്? മൈക്കോറൈസൽ എന്ത് അസോസിയേഷൻ കാണിക്കൽ. ഏതാണ്? ഗ്ലോമസ് എന്ന് പറഞ്ഞ് ജീനസ് ആണ് കാണിക്കൽ. ഇതും കൂടി എന്ത് ചെയ്യാ? ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി എന്താണ് ഈ മൈക്കോറൈസൽ അസോസിയേഷൻ? ഈ മൈക്കോറൈസ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? അതായത് വാട്ട് ആർ ദ ഫങ്ഷൻസ് എന്ന് പറയും. എന്തൊക്കെയാണ് മൈക്കോറൈസ ഈ അസോസിയേഷൻ ഫോം ചെയ്യുന്നതുകൊണ്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണ് അറിയോ? ഒന്ന്, അബ്സോർബ് ഫോസ്ഫറസ്. അതായത് സോയിലിന് എന്ത് ചെയ്യും? ഫോസ്ഫറസ് അബ്സോർബ് ചെയ്യും. ആര്? ഈ ഫംഗസ് പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ഫോസ്ഫറസ് എന്ത് ചെയ്യും? സോയിലിന് അബ്സോർബ് ചെയ്ത് കൊടുക്കും. അതൊരു ഫങ്ഷൻ. രണ്ടാമത്തത് റെസിസ്റ്റൻസ് ടു, ടെക്സ്റ്റിലുള്ള കാര്യമായിട്ട് ഞാൻ പറയുന്നത്, റെസിസ്റ്റൻസ് ടു റൂട്ട് ബോർ റൂട്ട് ബോൺ പാത്തജൻസ്. അതായത് ഒരു റൂട്ടിനെ എഫക്ട് ചെയ്യുന്ന പാത്തജൻ വരുമ്പോ എന്ത് ചെയ്യും? ഈ ഫംഗസ് അതിനെ എഫക്ട് ചെയ്യും. ഇവരെവിടെ കാണാൻ പറ്റുക? റൂട്ടിലല്ലേ കാണാൻ പറ്റുക? ഇറ്റ്സ് ദ അസോസിയേഷൻ ഓഫ് ഫംഗസ് ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആണല്ലോ. അപ്പൊ റെസിസ്റ്റൻസ് ടു റൂട്ട് ബോൺ പാത്തജൻ, അതൊരു പോയിന്റ്. പിന്നെ അടുത്തത് എന്താന്ന് വെച്ചാല് ടോളറൻസ് ടു സലൈനിറ്റി ആൻഡ് ഡ്രോട്ട്. ടോളറൻസ് ടു സലൈനിറ്റി ആൻഡ് ഡ്രോട്ട്. സലൈനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പിന്റെ അംശം കൂടുക. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വരൾച്ച. അപ്പൊ ഇത് രണ്ടിന്നും ഈ ഫംഗസ് എന്ത് ചെയ്യും? മൈക്കോറൈസൽ അസോസിയേഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യും ഇതിനെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. ഏതാണ്? ഇറ്റ് ഓവറോളി ഇൻക്രീസ് ദ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓവറോൾ ഇൻക്രീസ് ഇൻ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇതാണ് എന്ത്? നിങ്ങൾ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 4 ഫംഗ്ഷൻ. എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് among the following is not എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൽ ഇല്ലാത്ത ഒന്ന് കൊടുത്താൽ എന്ത് ചെയ്യണം? അത് എക്സ്ക്ലൂഡ് ചെയ്യണം. അത് ഇതിൽ ഇല്ലാത്തതാണ് നിങ്ങൾക്ക് മനസ്സിലാവണം. ഏതൊക്കെയാണ്? ഇറ്റ് അബ്സോർബ് ഫോസ്ഫറസ് ഫ്രം സോയിൽ, റെസിസ്റ്റൻസ് ടു റൂട്ട് ബോൺ പാത്തജൻ, പിന്നെ എന്താണ്? ടോളറൻസ് ടു സലൈനിറ്റി ആൻഡ് ഡ്രോട്ട്. ടോളറൻസ് ടു salinity and drought, overall increase in plant growth and development. ഇതാണ് മൈക്കോറൈസൽ അസോസിയേഷൻ കാരണമുള്ള ഉപകാരങ്ങൾ. ഓക്കെ. തിരിച്ച് ഫംഗസിന് എന്തായിരിക്കും ഒരു ഉപകാരം? അങ്ങനെ ക്വസ്റ്റ്യങ്ങളെ ടെക്സ്റ്റ് റേസ് ചെയ്യുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? Can you tell what advantage does the fungus derive from this association? അറിയോ?
എന്താന്ന് വെച്ചാൽ അവരെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സഹായിക്കും. അതാണ് തിരിച്ചുള്ള ഒരു ഉപകാരം. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? Yes. ഡൗട്ട് ഉണ്ടോ? അത് ഡൗട്ടില്ലെങ്കിൽ നമുക്ക് പറയാം. ലാസ്റ്റ് പറഞ്ഞത് റീപ്രൊഡക്ഷൻ ആണോ? റീപ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഫാസ്റ്റ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പ്ലാന്റ് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ഫംഗസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ന്യൂട്രിയൻസ് ഒക്കെ പ്ലാന്റ്സിൽ നിന്ന് എടുക്കാം. അതും ഒരു ഫംഗ്ഷൻ ആവും. അല്ല, അതും ഒരു എന്താണ്, തിരിച്ചുള്ള ഒരു സഹായമാണ്. പിന്നെ അത് താമസിക്കുന്ന എവിടെയാണ്? ഈ പ്ലാന്റ് റൂട്ടിലാണ്. ഒരു ഷെൽട്ടർ അല്ലേ? ഓക്കെ. അങ്ങനെ രണ്ട് മൂന്ന് ഇത് പറയാം. ഒന്ന് റീപ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ന്യൂട്രിയൻസ് ഒക്കെ വേണമെങ്കിൽ പ്ലാന്റ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഈ റൂട്ടാണ്. അപ്പോൾ അതിന്റെ എൻവിയോൺമെന്റ് ഈ റൂട്ടാണ്. അതൊക്കെയാണ് തിരിച്ചു ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കെ, മൈക്രോബ്സ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സ് ലാസ്റ്റ് ടോപ്പിക് ആണ്. വിത്ത് അവർ പ്രസന്റ് ഡേ ലൈഫ് സ്റ്റൈൽ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഇസ് എ മേജർ കോസ് ഓഫ് കൺസേൺ. അല്ലെ, ദ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ടു മീറ്റ് ദ എവർ ഇൻക്രീസിംഗ് ഡിമാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കന്റ്ലി to this pollution. Of course, we have now realized that there are problems associated with the overuse of chemical fertilizers and there is large pressure to switch to organic farming. അവിടെയാണ് എന്ത് ബയോ ഫെർട്ടിലൈസേഴ്സിന്റെ യൂസ് വരുന്നത്. ബയോ ഫെർട്ടിലൈസേഴ്സ് ആർ, ഇതാണ് ഡെഫിനിഷൻ. എന്താണ് ബയോ ഫെർട്ടിലൈസേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് എൻറിച്ച് ദ ന്യൂട്രിയൻ ക്വാളിറ്റി ഓഫ് ദ സോയിൽ. ദ മെയിൻ സോഴ്സ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞു. ബാക്ടീരിയ ഉണ്ട്, ഫംഗൈ ഉണ്ട്, സയനോ ബാക്ടീരിയ ഉണ്ട്. ഓക്കെ, അതും ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ്? വിച്ച് among the following is the main source of bio fertilizers? ഇതൊക്കെയാണ്. ബാക്ടീരിയ ഉണ്ട്, ഫംഗൈ ഉണ്ട്, സയനോ ബാക്ടീരിയ ഉണ്ട്. You have studied about nodule of the root of leguminous plant formed by the symbiotic association of ഏതാണ്, rhizobium. This bacteria fix atmospheric nitrogen into organic forms which is used by the plant as nutrient. Other bacteria can fix atmospheric nitrogen while free living in the soil. ഏതൊക്കെയാണ്? Azospirillum, Azotobacter, thus enriching the nitrogen control of the soil. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇതിങ്ങനെ ഭയങ്കര സ്കാറ്റേർഡ് ആയിട്ടാണ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരുന്നത്. ആദ്യം സിംബയോട്ടിക്കിനെ പറ്റി പറഞ്ഞു, പിന്നെ എയറോബിക്കിൻ ഫ്രീ ലിവിങ്ങിനെ പറ്റി പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതിനേക്കാളും സുഖം ഇങ്ങനെ ഫ്ലോ ചാർട്ട് പോലെ പഠിക്കുന്നതാണ്. ഓക്കെ, ബാക്ടീരിയയിൽ ഫ്രീ ലിവിംഗ് ഉണ്ട്, എയറോബിക് ഫ്രീ ലിവിംഗ് എയറോബിക് ആണ് അസറ്റോബാക്ടീരിയം, അസോസ്പൈരിയം. അനേറോബിക് ഉണ്ട്, ക്ലോസ്ട്രീഡിയം. ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സിംബയോട്ടിക് ഏതൊക്കെയാണ്? റൈസോബിയം ഉണ്ട്, ഫ്രാങ്കി ഉണ്ട്. ഫ്രാങ്കിനെ പറ്റി പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഫ്രാങ്കിനെ വെച്ച് വേറെ ഏതോ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇല്ലേ? ഇല്ല. എവിടോ ഈ നോൺ ലെഗുമിനസ് പഠിച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോ റൈസോബിയം ഉണ്ട്, ഫ്രാങ്കി ഉണ്ട്. റൈസോബിയം ആണെങ്കിൽ ലെഗുമിനസ് പ്ലാന്റിനേറ്റ് ആണ് അസോസിയേഷൻ. ഫ്രാങ്കി ആണെങ്കിൽ ഇത് നോൺ ലെഗുമിനസ് പ്ലാന്റിനേറ്റ് ആണ് അസോസിയേഷൻ. അപ്പൊ മാക്സിമം ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റിലേക്ക് വരച്ചെടുക്കാൻ നോക്കുക. സൈഡിൽ ജസ്റ്റ് സൈനോ ബാക്ടീരിയ ഉണ്ട്. പിന്നെ ഇവിടെ വിച്ച് ഈസ് യൂസ്ഡ് ബൈ പ്ലാന്റ് ആസ് ന്യൂട്രിയൻ. അതർ ബാക്ടീരിയ നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? അതർ ഫ്രീ ലിവിംഗ് ആണ്, എയറോബിക് ആണ്. ഇതൊക്കെ അസോസ്പൈറിലം, അസിറ്റോബാക്ടർ. ഫംഗൈ, അടുത്തത് ഫംഗൈ. അപ്പൊ നമ്മൾ ബാക്ടീരിയനെ പറ്റി പറഞ്ഞ് ഇവിടെ അടുത്തത് ഫംഗൈ are also known to form symbiotic association with plants. അതാണ് എന്ത്? mycorrhiza is the symbiotic association of fungi with the roots of higher plants. Many members of the genus Glomus മറക്കരുത് form mycorrhiza. The fungal symbiont in this association absorb phosphorus from soil, pass into the plant. നമ്മൾ പറഞ്ഞ് എന്തൊക്കെയാണ് ഈ മൈക്കോറൈസ പ്ലാന്റിന് എന്തൊക്കെ, ഫംഗസ് പ്ലാന്റിന് എന്തൊക്കെ ചെയ്ത് കൊടുക്കുന്നത്? ഫോസ്ഫറസ് അബ്സോർപ്ഷൻ, പിന്നെന്താണ്, resistance to root-borne pathogen, tolerance to salinity and drought, overall increase in plant growth and development. ഇവിടെ പറഞ്ഞ 4 functions ഏതൊക്കെയാണ്? absorb phosphorus from soil, resistance to root-borne pathogen, tolerance to salinity and drought, and overall increase in plant growth and development. പിന്നെ എന്താണ് അടുത്തത്? ഏതാണ്?
പിന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട് തിരിച്ച് ഫംഗസ് എന്താണ് ചെയ്യുന്നത്, അല്ല തിരിച്ച് ഫംഗസിന് എന്താണ് കിട്ടുന്നത്? എന്തൊക്കെയാണ്? ഒന്ന് കിട്ടുന്നത് എന്താണ്? ന്യൂട്രിയൻസ് കിട്ടും. രണ്ടെന്താണ്? ഒരു ഷെൽട്ടർ കിട്ടും. മൂന്നെന്താണ്? എയ്ഡ്സ് ഇൻ റീപ്രൊഡക്ഷൻ. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് കേട്ടോ, AIDS. അല്ലെങ്കിൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് തിരിച്ചെന്ത് ഫംഗസിന് കിട്ടുന്നത്. ഇതുവരെ ഓക്കെ ആണോ? മൂന്നാമത്തതാണ് എന്ത്? സയനോ ബാക്ടീരിയ ആർ ഓട്ടോട്രോഫിക്. Are autotrophic microbes widely distributed in aquatic and terrestrial environment, mainly of which can fix atmospheric nitrogen fixation. ഏതൊക്കെയാണ്? അനബന, നോസ്റ്റോക്ക്, ഓസിലറ്റോറിയ, ഒന്നും കൂടി ഞാൻ പറഞ്ഞതാണ് സ്പൈറുലിന. In paddy fields, cyanobacteria serve as an important biofertilizer. Blue-green algae also add organic matter to the soil and increase its fertility. ഇതൊക്കെയാണ് ഇതിന്റെ ഫംഗ്ഷൻ കേട്ടോ. ഏതൊക്കെയാണ്? Add organic matter to the soil, fertility കൂട്ടും. Currently in our country, a number of biofertilizers are available commercially in the market, and farmers use these regularly in their field to replenish soil nutrients and to reduce dependence on chemical fertilizers. നമ്മൾ ഒരുപാട് ഇപ്പൊ നമ്മള് ഒരു ഫീൽഡില്, ഇപ്പൊ ഒരു പാഡി ഫീൽഡിൽ ഇങ്ങനെ ഒരു എന്താണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയും, കേട്ടുകണ. അപ്പൊ നമ്മൾ ഒരു ക്രോപ്പ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഗ്രോ ചെയ്താല് ആ സോയിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ എന്ത് ചെയ്യും? പോവും. അപ്പൊ അതിന് പകരം ഇപ്പൊ ചിലപ്പോ എന്ത് ചെയ്യും, ഒരു ക്രോപ്പ് അവിടെ വളർത്തിട്ട് കുറച്ചു കാലം അവിടെ എന്ത് ചെയ്യും, ലെഗൂമിനസ് പ്ലാന്റ്സ് ഒക്കെ വളർത്തും. അപ്പൊ എന്ത് ചെയ്യും, സോയിൽ പിന്നെയും ഈ ന്യൂട്രിയൻ റിച്ച് ആവും, നൈട്രജൻ ഫിക്സേഷൻ നടക്കും, പിന്നെയും റീപ്ലനിഷ് ചെയ്യും. അതാണ് ഈ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. സെയിം ക്രോപ്പ് ത്രൂ ഔട്ട് ആകുമ്പോൾ സോയിലുള്ള സംഭവങ്ങൾ ന്യൂട്രിയൻസ് ഒക്കെ എന്ത് ചെയ്യും, കഴിയും. അപ്പൊ അത് റീപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ ക്രോപ്പ് റൊട്ടേഷൻ എന്നുള്ളൊരു സംഭവം നടത്തിക്കലുണ്ട്. വേറൊരു ക്രോപ്പ്, അതായത് ഈ സോയിലിന്റെ ന്യൂട്രിയൻ ക്വാളിറ്റിയും പിന്നെന്താണ് ന്യൂട്രിയൻസ് ഒക്കെ റീപ്ലനിഷ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ വേറൊരു ക്രോപ്പ് എന്ത് ചെയ്യും, അവിടെ വളർത്തും. അതിനാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റിൽ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് എന്ത് ഇന്ന് നമ്മൾ പറഞ്ഞത്. ആകെ 2 ടോപ്പിക്കേ പറഞ്ഞിട്ടുള്ളൂ, മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻസും മൈക്രോബ്സ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സും. ബയോ കൺട്രോൾ ഏജൻസി നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ബയോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോളജിക്കൽ മെത്തേഡ് ഫോർ കൺട്രോളിങ് പെസ്റ്റ് ആണ് എന്ത് ബയോ കൺട്രോൾ. ഒരു 5 എണ്ണത്തിന് പറ്റി നമ്മൾ പറഞ്ഞു. ഏതൊക്കെ? ലേഡി ബേർഡ് ബീറ്റിൽ ഉണ്ട്, പിന്നെ ഏതൊക്കെ? ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്, ബാസിലസ് ഉണ്ട്, ട്രൈക്കോഡർമ ഉണ്ട്, ബാക്ടീരിയോ വൈറസ് ഉണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? മൈക്രോബ്സ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സ്. മെയിൻലി ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ organisms that enrich the nutrient quality of soil. ബാക്ടീരിയ ഉണ്ട്, സൈനോ ബാക്ടീരിയ ഉണ്ട്, ഫംഗൈ ഉണ്ട്. ഇതിങ്ങനെ തന്നെ പഠിക്കണം. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടി സുഖം, ഇങ്ങനെ ഫ്ലോ ചാർട്ട് പോലെ പഠിക്കുന്നത്. സൈനോ ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇതോടെ എന്ത് കഴിഞ്ഞ്? മൈക്രോബ്സിൽ ഹ്യൂമൻ വെൽഫെയർ കഴിഞ്ഞ്. വായിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനി വായിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മെസ്സേജ് അയക്കാം. ഓക്കെ അല്ലേ? ആ ഓക്കെ.